തൃശ്ശൂർ ഇത്ര വലിയൊരു ഷോറൂം ഉണ്ടായിട്ട് നിങ്ങൾ അറിയിച്ചില്ലെങ്കിൽ മോശമല്ലേ? ഇല്ല, കുറച്ചിടായിട്ടുള്ള അത് പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ പറ്റി സാധനങ്ങളുണ്ട്. 15 ബ്രാൻഡ്സിന്റെ ഒരു ഗാലറി തന്നെ ഇവിടെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ഗ്രാനൈറ്റും മാർബിളിന് പകരം വെക്കാനായിട്ട് നമുക്ക് ടൈൽസ് ഉണ്ട്. കജാരിയ ബ്രാൻഡിന്റെ താഴെ ഒരു 4 ഡിവിഷൻ വരുന്നുണ്ട് കേട്ടോ. ഇത് ആർക്കൊക്കെ അറിയാം. അടുത്തിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ തുറക്കും. തൃശ്ശൂർക്കാർക്ക് പറയുകയാണെങ്കിൽ നമുക്ക് എലൈറ്റ് ഹോസ്പിറ്റലിലേക്ക് പോണ വഴിയാണ്. മാർബിൾസിന്റെ സെയിം ഡിസൈൻ ആണ് നമ്മൾ ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ അപ്ഡേഷനിൽ വരുന്ന പുതിയ കളക്ഷൻസ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒറ്റ ടൈലാണ് 4 ഫിനിഷിലാണ്. ഇഷ്ടംപോലെ സെലക്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ക്യാമറ ഒന്ന് ഒളിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഹായ് ഗൈസ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സ്വന്തം നാട് തൃശ്ശൂരിലാണ് ഇന്ന് നിൽക്കുന്നത്. തൃശ്ശൂർ ഇത്ര വലിയൊരു ഷോറൂം ഉണ്ടായിട്ട് നിങ്ങൾ അറിയിച്ചില്ലെങ്കിൽ മോശമല്ല. എൻ്റെ സ്വന്തം നാട്ടിൽ ഇത്രയും വലിയൊരു ഷോറൂം, അതും 35,000 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ഷോറൂമിലാണ് നിൽക്കുന്നത്. പിന്നെ ആർക്കൊക്കെ അറിയാം, കജാരിയ ബ്രാൻഡ് എല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ തന്നെ കേരളത്തിലത്തെ നമ്പർ 1, അതും കജാരിയ ബ്രാൻഡിന്റെ താഴെ ഒരു 4 ഡിവിഷൻ വരുന്നുണ്ട് കേട്ടോ. ഇത് ആർക്കൊക്കെ അറിയാം. ഈ പേരുകളൊക്കെ ഞാൻ അകത്ത് ചെന്നിട്ട് പറയാം കേട്ടോ. അപ്പോൾ 35,000 സ്ക്വയർ ഫീറ്റിൽ വരുന്ന സിറ്റി സെറാമിക്കിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ലൊക്കേഷൻ അറിയണ്ട. അതിന് മുന്നേ കജാരിയ ബ്രാൻഡിന്റെ താഴെ 4 ഡിവിഷൻ വരുന്നുണ്ടെന്ന് പറഞ്ഞില്ല. അതിന് മാത്രം ഒരു 10,000 സ്ക്വയർ ഫീറ്റ് ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ഷോറൂം 35,000 എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പേടിയാണ്. പക്ഷെ സാധാരണക്കാർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ മേടിക്കാൻ പറ്റും. എന്താണെന്ന് അറിയാം, 30 റുപ്പീസ് എന്ന് വെച്ചാൽ 30 രൂപ സ്ക്വയർ ഫീറ്റിന് തൊട്ട് നമുക്ക് 2,000 രൂപ സ്ക്വയർ ഫീറ്റിന് വില വരുന്ന ടൈലുകൾ ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് സാധാരണക്കാർ തൊട്ട് വലിയ പ്രീമിയം സെക്ഷൻകാർക്ക് വരെ ഇവിടേക്ക് വരാം. ഇപ്പോൾ ഈ ഒരു ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ചിയാരം, പിന്നെ ഇത് ആൽവട്ടൊഴി റോഡ് എന്നാണ് പറയണത്. ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർക്കാർക്ക് പറയുകയാണെങ്കിൽ നമുക്ക് എലൈറ്റ് ഹോസ്പിറ്റലിലേക്ക് പോണ വഴിയാണ് കേട്ടോ ഈ വഴി. ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ മുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എലൈറ്റ് ഹോസ്പിറ്റൽ, കുറുക്കഞ്ചേരി, ആൽവട്ടൊഴി വഴി നല്ല തിരക്കുണ്ട് കേട്ടോ. ഓഫേഴ്സ് ഉണ്ട്, നല്ല റേറ്റ് കുറവുണ്ട്. കാറുകൾ തന്നെ കിടക്കണ കണ്ട അതിന് അറിയില്ലേ. ഇതുപോലെ ഇഷ്ടംപോലെ എന്ന് വെച്ചാൽ റേറ്റ് നല്ല വ്യത്യാസമുണ്ട്, നല്ല കുറവുണ്ട്. നമുക്ക് അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് വീട് പണിയാ. അതിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലേക്കാണ് നമ്മൾ ഇങ്ങോട്ട് വരാം. ആ ഒരു സ്വപ്നം എന്തായാലും നടക്കും. എന്തായാലും ഇവിടെ മാത്രമല്ല, ഫേസ് ഇവർക്ക് അപ്പുറത്തെ സൈഡിലേക്കും ഫേസ് വരുന്നുണ്ട് കേട്ടോ. 35,000 എന്ന് പറയുമ്പോൾ ഈ കാണുന്നതൊന്നല്ല കേട്ടോ, വലിയ ഒരു ഷോറൂമാണ്. പോവാം. കയറി വരുമ്പോൾ ആദ്യം തന്നെ ദൈവത്തിനെ കാണുകയാണെങ്കിൽ അനുഗ്രഹം മേടിക്കാണ്ട് പോകാൻ പറ്റില്ല. പിന്നെ ഇവിടെയാണ് റിസപ്ഷൻ ഏരിയ. പിന്നെ ഇന്ന് നല്ല തിരക്കുണ്ട്. ഇന്നല്ല, എന്നും ഈ തിരക്ക് എപ്പോഴും ഉണ്ടാവും. ഇവര് കസ്റ്റമേഴ്സ് ആണെന്ന് തോന്നുന്നു. എന്തായാലും ഒരു മിനിറ്റ്, കസ്റ്റമർ അല്ലേ? അതെ, ആദ്യം ചോദിക്കട്ടെ, എങ്ങനെയുണ്ട് ഇവിടെ എടുത്തിട്ട് ബില്ലൊക്കെ നല്ലോണം ഉണ്ട്. കുറെ നേരമായി വന്നിട്ട്? ഇല്ല, കുറച്ചിടായിട്ടുള്ള അത് പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ പറ്റി സാധനങ്ങളുണ്ട്. അതെ, സാധാരണ സാരി കടയിൽ പോകുമ്പോ കുറെ ടൈം, അതുപോലെയല്ല, പെട്ടെന്ന് സെലക്ട് ചെയ്ത് പോകാൻ പറ്റില്ല. സെലക്ട് ചെയ്യാൻ പറ്റി. അതാണ്. കൂടാരോ ഒന്ന് വരൂ, പരിചയപ്പെടാം. അയ്യോ, എല്ലാവരും പരിചയപ്പെടുത്തല്ലേ. എങ്ങനെയുണ്ട്? പെണ്ണുങ്ങളാണ് ശരിക്കും വീടിന്റെ ടൈലിനെ കുറിച്ച് പറയാം. എന്നാലും ഒന്നുകൂടി ചോദിക്കാം, എങ്ങനെയായിരുന്നു സെലക്ഷൻ കാര്യങ്ങൾ? കുഴപ്പമില്ല, ഇഷ്ടംപോലെ സെലക്ഷൻ ഉണ്ട്. അത് നല്ലത് നോക്കി ഞങ്ങൾ തിരഞ്ഞെടുക്കും. നല്ലത് നോക്കി നമുക്ക് തൃപ്തിയുള്ളത് നോക്കി. നമ്മുടെ തൃശ്ശൂര് ഇവിടെ അടുത്താണ് വീട്. അതെ, ഒല്ലൂരാണ്. തകർക്കങ്ങട്. ഇത് വീട് പുതിയത് പണിതോണ്ടിരിക്കുക? ഇല്ല, റിനോവേഷൻ ആയാലും ഇവിടേക്ക് വരാന്ന്. അതാണ് കാര്യം. ശരി, താങ്ക് യു. അപ്പൊ ഇവിടെ നല്ല തിരക്കുള്ള സമയമാണ് കേട്ടോ. അതുപോലെ ഇത് ബില്ലിംഗ് ഏരിയ ആണ്. എന്തായാലും ഇവിടെ കയറി വരുമ്പോ ചേച്ചിമാര് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദിക്കാറ്? എന്താ വേണ്ടത് അല്ലേ? ഇപ്പൊ ഈ ക്യാമറക്കാട് ഭാഗം സ്റ്റക്കായിട്ട് നിക്കാണ്. എന്തായാലും സാനിറ്ററി ആണോ നോക്കാറുള്ളത് എന്നാണ് നമ്മൾ ചോദിക്കാറ്. അപ്പൊ എന്തായാലും എല്ലാം കണ്ടിട്ടേ പോണുള്ളൂ. എന്തായാലും ഇവിടെ ടൈലിനെ കുറിച്ചിട്ടേ, സാധാരണ കജാരിയ എന്ന് പറയുമ്പോ നമ്മള് ഒരു കജാരിയ എന്നുള്ള ബ്രാൻഡ് എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലൊരു പേടിയാണ്. അയ്യോ, റേറ്റ് കൂടുതലാണ്. അപ്പൊ അതിനെ താഴെ ഒരു 4 പേര് വരുന്നുണ്ടെന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടോ? അതെ, കജാരിയെല്ലാം നമുക്ക് ഗ്രസ് സ്റ്റഫ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് എറ്റേണിറ്റി ഉണ്ട്, വിട്ടോണായിട്ടുണ്ട്. ഇത് 3 നമുക്ക് ടൈലിന്റെ സെക്ഷനിലാണ് വരുന്നത്. കൂടാണ്ട് സാനിറ്ററിയിലെ കരോവേറ്റ് വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ 4 ഡിവിഷൻ. കേരളത്തില് ഇവിടെ മാത്രം അല്ലേ? അതെ. വേറൊരു സ്ഥലത്ത് പോയാലും കിട്ടില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ 4 ബ്രാൻഡിന്റെ ഐറ്റംസ് ഇവിടെ കിട്ടുന്നതൊക്കെ. എന്തായാലും നമുക്ക് ടൈല് പിടിക്കാം അല്ലേ? സെയിൽസ്മാൻ അറേഞ്ച് ചെയ്ത്. ഓക്കെ, നമ്മുടെ സെയിൽസ്മാൻ എത്തിയിട്ടുണ്ട്. ഇങ്ങോട്ടാണ് നമ്മളെ പരിചയപ്പെടുത്തി തരാൻ പോണത്. ഇനി എവിടേക്കാ നമ്മൾ പോണേ? നമ്മുടെ കജാരിയുടെ നമുക്ക് പ്രൈമയുടെ സീരീസിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് എവിടേക്കാ പോകേണ്ടത്? ബിൽഡിംഗ്. ഇതാണ് കജാരിയുടെ മെയിൻ സ്ഥലം എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് ശരിക്കും ഒരു മുഖം വരുന്നു പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, അപ്പുറത്തെ സൈഡിൽ കൂടെ ഒരു ഫേസ് വരുന്നത്. അപ്പൊ ഈ സൈഡിൽ കൂടെ വേണമെങ്കിൽ ഈ സൈഡിൽ കൂടെയും വരാം, അപ്പുറത്തെ സൈഡ് വേണമെങ്കിൽ അപ്പുറത്തെ സൈഡിൽ കൂടെയും വരാം. അപ്പൊ ഇനി നമുക്ക് കജാരിയുടെ ഒരു ലോകത്തേക്ക് കയറാം അല്ലേ? ഇനി ഇവിടുന്ന് എവിടേക്കാ സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഇപ്പോൾ ഇതാണ് നമ്മുടെ കജാരിയുടെ ഗ്രസ്റ്റഫ് എന്ന് പറയുന്നത്. പ്രൈമ എന്നായിരുന്നു ആദ്യത്തെ പേര്. പിന്നെ ഇത് മാറ്റിയിട്ട് ഗ്രസ്റ്റഫ് എന്നുള്ള പേരിലേക്ക് മാറ്റിയിട്ടുള്ളതാണ്.
സോ അവരുടെ 4x2 കളക്ഷൻസ് ആണ് നമുക്ക് സ്റ്റാർട്ടിങ്. ഓക്കെ, ഇത് ഈ കാണുന്നത് മൊത്തം 4x2 കളക്ഷൻസ് ആണ്. അതിന് ഓരോരോ ഡിസൈൻസിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോൾ ലൈറ്റ് ഷെയ്ഡ് ആകുമ്പോൾ അതിന് മാച്ചിങ്, ഇപ്പോൾ ഫ്ലോറിലേക്ക് ആണെന്നുണ്ടെങ്കിലും ബാത്റൂമിലേക്ക് ആണെന്നുണ്ടെങ്കിലും ലൈറ്റ് ഷെയ്ഡ് കൂടുതൽ എടുക്കും. കാരണം ഡാർക്ക് കൺസെപ്റ്റ് ഒക്കെ വളരെ കുറവാണ് എടുക്കുന്നത്. ബാത്റൂമിന് വെളിച്ചം കൂടുതൽ കിട്ടാനായിട്ടാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് കൺസെപ്റ്റും ഡാർക്ക് വളരെ കുറവായിട്ടുള്ള കോമ്പിനേഷൻ കൂടുതൽ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ നമുക്ക് ഇന്ന് ബാത്റൂമിലേക്കായാലും സെലക്ട് ചെയ്തെടുക്കാനുള്ള ഒരു സെറ്റപ്പിലാണ് ഡിസ്പ്ലേ ചെയ്ത് വെച്ചത്. കുറെ പേർക്ക് അറിയാത്ത കാര്യങ്ങളാണ് ഈ ഒരു സംഭവം, വെളിച്ചം കയറുന്നതും അത് ബാത്റൂമിൽ ലൈറ്റ് ഷെയ്ഡ് ഇടണം എന്നുള്ളത്. ചിലർ അഴുക്ക് പിടിക്കുന്ന കാരണം പെട്ടെന്ന് കഴുകാൻ. ഇപ്പോഴത്തെ ബാത്റൂംസ് എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ കൺസെപ്റ്റ് ആയതുകൊണ്ട് ഈ ചെളി പിടിക്കാനുള്ള ഇഷ്യൂസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതലും മാറ്റ് ടൈലുകളും അവർ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇതൊക്കെ മാറ്റിൽ വരുന്ന ഇത് കോമ്പിനേഷൻ ആണ്, ഡാർക്കും ലൈറ്റും കോമ്പിനേഷൻ ആയിട്ട്. ഇതൊക്കെ ബാത്റൂമിലേക്കുള്ളത്. ഈ സൈഡൊക്കെ ഇരിക്കുന്നത് ഇതും ബാത്റൂം ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഫ്ലോറിലേക്ക് ഇടുന്നത് മെയിൻ ഫ്ലോർ ആക്കിയിട്ട് ചൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, പിന്നെ ഇവർക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. നമ്മളിപ്പോ എപ്പോഴും വന്നു കഴിഞ്ഞാൽ ഒരേ പോലത്തെ ഐറ്റംസ് അല്ല കിട്ടുക. ഒരു 3 മാസം കൂടുമ്പോൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. കാരണം ഞാൻ 6-8 മാസം മുന്നാണ് ഞാൻ എന്റെ വീടിന്റെ റിനോവേഷൻ ചെയ്തത്. വീടിന്റെ മീൻസ് ബാത്റൂമിന്റെ ടൈല് മൊത്തത്തിൽ മാറ്റി. ആ സമയത്ത് വന്ന സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ലേ, ഒക്കെ പുതിയ ഐറ്റംസാ. നല്ല രസമായിട്ടുണ്ട് ഒക്കെ കാണാനായിട്ടും. അതുപോലെ ഇത് ഫുൾ പ്രൈമ എന്ന് പറയുമ്പോൾ പണ്ടത്തെ പേര് ഗ്രസ്റ്റഫ് ആണ് ഇപ്പോഴത്തെ പേര് കേട്ടോ. പേരിലും മാറ്റം വന്നിട്ടുണ്ട്, അതുപോലെ ക്വാളിറ്റിക്കും മാറ്റം വന്നിട്ടുണ്ട്. ക്വാളിറ്റി ഒന്നുകൂടി മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ കജാരയില് ഇതും കജാരയുടെ മറ്റേ റേഞ്ചിലാണ് നമ്മുടെ 4 കളക്ഷൻസ്. ഇപ്പോൾ അതിന്റെ ഗ്ലോസി, ഹൈ ഗ്ലോസി ടൈൽസ്, ഇപ്പോൾ ഡാർക്ക് ഷെയ്ഡ് വരുന്നതൊക്കെ കൂടുതലും ഹൈ ഗ്ലോസി. ഇതെല്ലാം നമുക്ക് നോർമൽ ഗ്ലോസിയിൽ വരുന്ന ഡിജിറ്റൽ ടൈൽസ് വരുന്നതാണ്. ഹൈ ഗ്ലോസി എന്ന് പറയുമ്പോൾ ഡാർക്ക് കൺസെപ്റ്റ് ഇങ്ങനത്തെ മോഡൽസ് ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ഒരു ഹൈ ഗ്ലോസി ഫിനിഷിലൊക്കെ വരുന്നതാണ്. പിന്നെ വുഡിന്റെ കളറിലെ മാറ്റ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇത് വുഡിന്റെ കൂടുതൽ സാധാരണ കിച്ചണിലേക്ക് കൂടുതലും കിച്ചണിലേക്ക് കൺസെപ്റ്റ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് അതിനകത്ത്. പിന്നെ ഇതിന്റെ ചെറിയ സൈസ് ഇല്ലേ? നമുക്ക് ഇതിന്റെ ചെറിയ സ്ട്രിപ്പ് പോലത്തെ വരുന്നുണ്ട്. അത് നമുക്ക് സ്ട്രിപ്പ് നമ്മൾ പിന്നീട് വേറെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഫുൾ അതിന്റെ 4 കളക്ഷൻസ് നമുക്ക് വരുന്ന ടൈൽസ് ആണ്. നമുക്ക് ഇതിന്റെ അപ്പുറത്ത് നമുക്ക് ഇതിനെ കുറച്ച് മോക്കപ്പുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പുറത്തെ സൈഡാ വരുന്നത്. അതെ, മോക്കപ്പ്. ഇനി ഇവിടെയാ ഇതൊക്കെ ജസ്റ്റ് നമുക്കൊരു ബാത്റൂം കൺസെപ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് ആഡ് ചെയ്തിട്ടുള്ള കുറച്ച് ഡിസൈൻസ് ആണ്. ഇപ്പൊ ഇങ്ങനെയും നമുക്ക് ആഡ് ചെയ്യാന്നുള്ള രീതിയിൽ. കാരണം ഇപ്പൊ ഇതിൽ കൂടുതലും ലൈറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഡാർക്ക് നമ്മൾ കാണുന്ന പോലെ സ്ട്രിപ്പ് ആയിട്ട് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. നമുക്ക് ഒരു കസ്റ്റമർക്ക് വരുമ്പോൾ ബാത്റൂം കൺസെപ്റ്റ് എങ്ങനെ ആഡ് ചെയ്യാന്നുള്ളത് നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു ഡിസ്പ്ലേ നിങ്ങൾ ആക്കി വെച്ചിട്ടുണ്ട്. കസ്റ്റമർ കൂടുതലും അങ്ങനെ ആഡ് ചെയ്യാൻ എങ്ങനെ ഡിസൈൻ ചെയ്യേണ്ടതെന്നുള്ളത് ഇതിലൂടെ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പൊ നമുക്കൊരു ഐഡിയ പോലും ഇല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഐഡിയ ടിപ്പുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ നിന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. അത് ആ കാര്യത്തില് 100% ഉറപ്പാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട് പണി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 30 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ഒരു വീട് പണി. ഫസ്റ്റ് ഫ്ലോറിലെ വെള്ളം ഇങ്ങനെ ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അടിയിലേക്ക് വരുമ്പോൾ എന്താ ചെയ്യേണ്ട ഒരു ഐഡിയ ഇല്ലാണ്ട് ഇവിടെ വന്നിട്ട് അതിൻ്റെ ഒരു സൊല്യൂഷൻ എനിക്ക് കിട്ടി. എന്താണ് കെമിക്കൽ യൂസ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, ടൈൽ എങ്ങനെ മാറ്റിയാലാണ് എങ്ങനെയാണ് ശരിയാവുന്നത്, ആ കാര്യത്തിൽ എന്താ വെച്ചാൽ ടെക്നിക്കലായിട്ടുള്ള സർവീസ് കാര്യങ്ങളും ഇവരുടെ ഭാഗത്തുനിന്ന് പക്ക 101% ആ കാര്യത്തിൽ ഉറപ്പാണ് കേട്ടോ. പിന്നെ എനിക്ക് എൻ്റെ വീട് ഇവിടെ അടുത്തായതുകൊണ്ട് എനിക്ക് എല്ലാ സാധനങ്ങളും ഒന്നിനും എനിക്ക് പുറത്തേക്ക് പോകണ്ട, ഒക്കെ ഇവിടെ നിന്ന് തന്നെ കിട്ടും. ഓക്കെ, ഇനി അടുത്ത ബാത്റൂമിന്റെ നമ്മൾ കണ്ടില്ല. നമ്മൾ കണ്ടത് ഒരു ബേജ് ഷെയ്ഡിന്റെ കോമ്പിനേഷൻ ആണ്. ഇത് മാറ്റ് ഫിനിഷ് കാർവിംഗ് ഡിസൈൻ ആണ്. അതായത് മാറ്റ് ഫിനിഷ് തന്നെ കുറച്ചും കൂടി നമുക്ക് ഈ കുറച്ച് ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് തിളങ്ങി നിൽക്കും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറയാൻ നല്ലത് ആ ഒരു ഡിസൈനിൽ നമുക്കിപ്പോ ലൈറ്റിന്റെ വെളിച്ചത്തിൽ തിളങ്ങി നിൽക്കുന്നതാണെന്നില്ലേ, അതുപോലെ നിൽക്കുന്ന ഒരു ബാത്റൂം കൺസെപ്റ്റ് ആണ്. അതും ഡാർക്കും ലൈറ്റും കോമ്പിനേഷൻ തന്നെ ഒരു ഗ്രേ ഷെയ്ഡിൽ ലൈറ്റിൽ വരുമ്പോൾ നമുക്ക് അത് തിളക്കം പോലെ ഫീൽ ചെയ്യും. മാറ്റ് ഫിനിഷ് ആണ് കുറച്ചും കൂടി തിളക്കം പോലെ ഫീൽ ചെയ്യും. കാർവിംഗ് എന്നാണ് അതിന്റെ പേര് പറയുന്നത്. കാർവിംഗ് എന്നാണ് ഇതിന് പറയാന്നല്ലേ. ഓക്കെ, അടിപൊളി. എന്തായാലും മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പ് ഇഷ്ടപ്പെട്ടു. ഈ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പുറത്തും ഉണ്ടല്ലേ. അതെ, ഇതും അങ്ങനത്തെ ഒരു ഡിസൈൻ തന്നെ വരുന്നത്. ഇതും അതിന്റെ ഒരു ഡാർക്ക് ലൈറ്റ് കോമ്പിനേഷൻ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന് മാച്ചിങ്ങിന് ഫ്ലോർ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് മാറ്റ് ആയതുകൊണ്ട് നമുക്ക് തന്നെ സെയിം ഫ്ലോറിലേക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഫ്ലോർ ഒക്കെ ആകുമ്പോൾ ഡാർക്ക് ഷെയ്ഡ് എടുക്കണം കുറച്ചുകൂടി നല്ലത് വരും. കാരണം ചെളി പിടിക്കുമ്പോൾ അറിയാതിരിക്കാനാണെന്നുണ്ടെങ്കിൽ ഡാർക്ക് ഷെയ്ഡ് ആണ് കുറച്ചും കൂടി നന്നായിട്ട് വരാം. ഇതും സെയിം ആ ഒരു ഇത് ഗ്ലോസി ഡിജിറ്റൽ ടൈലാണ്. ഇത് അതിന്റെ കുറച്ചും കൂടി പ്രീമിയം ടച്ച് കിട്ടുന്ന രീതിയിൽ സിമ്പിൾ ഡിസൈൻ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് കൂടിയ ടൈപ്പ് പറ്റുക. നല്ല സ്റ്റാൻഡേർഡ് ആട്ടോ, സ്റ്റാൻഡേർഡിന് ഒരു കുറവില്ല. പക്ഷെ എങ്ങനെയാണ് ആ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഒരു ഡിസ്പ്ലേ നമുക്ക് അറേഞ്ച് ചെയ്ത് വെച്ചാൽ ഇതും സെയിം അതിൽ തന്നെയാ. ഇത് വലിയ ടൈലാണ്. ഇപ്പൊ 160/80 ഇപ്പൊ നമ്മളെല്ലാം കണ്ടത് ഒരു 4x2 ടൈലാണ്. അപ്പൊ അതിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോൾ വലിയ ടൈലാണ് വരുന്നത്. അപ്പൊ കുറച്ച് കൂടുതൽ ഏരിയ ഉള്ളവർക്ക് ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഡിസൈൻ ആയിട്ട് ചെറിയ ഇത് നമുക്കിപ്പോ ഈ ടൈല് നമുക്കിപ്പോ ബാത്റൂമിന്റെ വാള് മാത്രമല്ല നമുക്ക് ഹൈലൈറ്റർ പോർഷൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഉപയോഗിക്കാം. നമ്മൾ ജസ്റ്റ് ഒരു മോക്കപ്പിന് വേണ്ടി മാത്രം ഇങ്ങനെ ചെയ്തു. പിന്നെ ചെറിയൊരു ബാത്റൂം അല്ല സെറ്റപ്പ്, ബാത്റൂം അല്ല സിങ്കിന്റെ ഒരു സെറ്റപ്പ്
സിങ്ക് എന്നല്ല, വാഷിംഗ് ബേസിൻ. പെട്ടെന്ന് ഇവിടെ വന്നപ്പോ സത്യം പറയാലോ, ഇഷ്ടം പോലെ വെറൈറ്റീസ് കാണുമ്പോൾ, ഇഷ്ടം പോലെ മോഡൽസ് കാണുമ്പോൾ ആകെ ഒരു കൺഫ്യൂഷൻ ആണ്, എന്താ എടുക്കണ്ടേ ഏതാ എടുക്കണ്ടേ എന്നുള്ളത്. അപ്പൊ ഇതിനെ കുറിച്ച് ഒന്ന് പറയാം. ഇത് സിമ്പിൾ ആണ്, കാണാൻ അടിപൊളി ലുക്ക്. അതായത് മാറ്റ് ഫിനിഷ് തന്നെ നമ്മൾ കണ്ട 160-80. ഇപ്പൊ വലിയ ടൈൽസ് നമുക്ക് വെക്കുമ്പോൾ ജോയിന്റ്സ് പരമാവധി കുറവായിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് കാണുമ്പോൾ കുറച്ചും കൂടി അതിന്റെ ഒരു വൃത്തി കിട്ടും. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ അപ്പോക്സി ഫില്ല്, ഈ കാണുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ, നമ്മൾ സ്പേസർ ഇട്ടിട്ട് നമ്മൾ അപ്പോക്സി ഫില്ല് ചെയ്യുന്ന രീതിയിലാണ്. ഇതിനിടയിൽ വേറൊരു ജോയിന്റ് വരുന്ന, അത് കാണുമ്പോൾ ഒരു ഭംഗിക്കേട് വരാതിരിക്കാൻ വേണ്ടി കുറച്ചുകൂടി വലിയ ടൈൽസ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പ്രീമിയം ടച്ച് കിട്ടും. സോ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു ബാത്റൂമിന്റെ കൺസെപ്റ്റ് ആണ്. അതും ആ ഒരു ഗ്രേ ലൈറ്റ് ഷെയ്ഡ് എന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ബാത്റൂം കപ്പ്. ഇതിപ്പോ ഇതിന്റെ ഒരു ബേസിന്റെ ഒരു ഏരിയ ഇങ്ങനെയും ക്രിയേറ്റ് ചെയ്യാന്നുള്ള രീതി. ഓക്കെ, അപ്പൊ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനിയിപ്പോ ഇത് ആക്ച്വലി കഴിഞ്ഞിട്ടില്ല, നമ്മൾ ജസ്റ്റ് ഒരു ഐഡിയ, ഒരു ഹിന്റ് തന്നു മാത്രമേ ഉള്ളൂ. നോക്കുകയാണെങ്കിൽ നടന്നാലും തീരില്ല, അത്രയ്ക്കും ഏരിയ ഉണ്ട് ഇവിടെ. അപ്പൊ ഇപ്പുറത്തെ സൈഡ് ഇരിക്കുന്നത് സെയിം തന്നെയല്ലേ? സെയിം. നിങ്ങൾ ഈ ഡിസ്പ്ലേ വെച്ചിട്ട് ഇത് ഒരു മാറ്റ് ഫിനിഷിംഗ്. മാറ്റ് ഫിനിഷിംഗ് അത് കുറച്ചും കൂടി വെറൈറ്റി പാറ്റേണിൽ നമ്മൾ അത് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ 3 മാസം കഴിയുമ്പോഴേക്കും വേറെ മാറി കാണൂലേ? കളക്ഷൻസ് വരുമ്പോൾ നമ്മൾ അത് പുതിയ അപ്ഡേറ്റ് ചെയ്ത് തരും. ഇതൊരു ടിവിയുടെ ഒരു ഏരിയ പോലെ ഒരു കൺസെപ്റ്റ്, നമ്മൾ ഓരോന്നിനും ഓരോ കൺസെപ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു മോക്കപ്പ് ആണ്. മോക്കപ്പ് അത് ഒരു ലൈറ്റ് ഡാർക്ക് ഷെയ്ഡിലുള്ള വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷൻ ആണല്ലേ. അത് ബേസിനൊക്കെ വെച്ചാൽ എന്തായാലും മൊത്തത്തിൽ ഇവിടെ വരുമ്പോ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും എങ്ങനെയാണ്. എന്തായാലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് വെച്ചാൽ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു ഐഡിയ നമുക്ക് എന്തായാലും ചെയ്തു തരുന്നതായിരിക്കും. ഈ മുകളിൽ മാത്രമല്ല അടിയിലും ആ ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമ്മളെ താഴത്തെ പോഷൻ വിട്ടുപോകണ്ടായി. നല്ല രസമായിട്ടുണ്ട്, അടിപൊളിയായിട്ട്. ഇതെന്താ ഇവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്? ഇവിടെ പുതിയ അപ്ഡേഷൻ നമ്മൾ ചെയ്തോണ്ടിരിക്കുക. 3 മാസം കൂടുമ്പോ മാറിക്കൊണ്ടിരിക്കുന്നു ആ ഒരു സംഭവമാണ് ചെയ്തോണ്ടിരിക്കണേ അല്ലേ? ഓക്കെ. അപ്പൊ പുതിയ ടൈല് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റപ്പ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഇത് മൊത്തത്തിൽ അങ്ങനെ മാറ്റി വന്നിട്ട് വേറെ സെറ്റപ്പ് എന്തായാലും നടക്കട്ടെ. അപ്പൊ തെളിവായി നമുക്ക്. ഞാൻ വെറുതെ പറയണതല്ല കേട്ടോ. ശരി, ഞാൻ അടുത്തേക്ക് പോയാലോ? ഇവിടെയാണ് അടുത്ത ബ്രാൻഡ്. അത് എറ്റർണിറ്റി. പറയണത് കേൾക്കുമ്പോ തന്നെ എറ്റർണിറ്റി, ഇന്ത്യസ് നമ്പർ 1 GVT ബ്രാൻഡ്. ഈ GVT എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ ഉണ്ടല്ലേ സംഭവങ്ങൾ. പിന്നെ ഈ കാണുന്ന മൊത്തം ഷോറൂം ലേറ്റസ്റ്റ് ആണ്. നമ്മളിപ്പോ ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്, പുതിയ അപ്ഡേഷൻ. അതായത് ഈ അപ്ഡേഷനിൽ വരുന്ന പുതിയ കളക്ഷൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഈ താഴത്തെ നമ്മളൊരു ബ്രാൻഡ് കണ്ടല്ലോ, അത് തമ്മിൽ എന്താ വ്യത്യാസം? മെയിൻ ആയിട്ട് പറയുന്നത് കുറച്ചും കൂടി പ്രീമിയം കസ്റ്റമേഴ്സിന് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മറ്റേന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് അത് ബേസിക് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനൊക്കെ നമുക്ക് കജായുടെ തന്നെ ടൈൽസ് വേണമെന്ന് പറയുമ്പോൾ അതിനായിട്ടുള്ള ഒരുപാട് കളക്ഷൻ ആണ് അതിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബഡ്ജറ്റ് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ഇവിടെ കുറച്ചുകൂടി പ്രീമിയം കളക്ഷൻസ്, അതായത് നമുക്ക് ഡിഫറെന്റ് പാറ്റേൺസിൽ, ഡിഫറെന്റ് ഡിസൈനിൽ, ഡിഫറെന്റ് സൈസിൽ, അതായത് നമുക്ക് 8-4 സ്ലാബ് വരെയുള്ള ടൈൽസ് നമുക്ക് ഈ എറ്റേണിറ്റിയിൽ നമുക്ക് കിട്ടും. ഈ ഒരു ഭാഗത്ത് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇനി ഇതിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇത് കാണുന്നത് എവിടെ നോക്കിയാലും ഈ ഒരു ടൈല് തന്നെയാണല്ലോ മൊത്തത്തിൽ. പിന്നെ ഇത് നമുക്കൊരു ലിവിംഗ് റൂം ആ ഒരു സ്പേസ് ചെയ്തിട്ടില്ല, അങ്ങനത്തെ ചെറിയൊരു മോക്കപ്പ് പോലെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്നും കുറെ. അപ്പൊ ഇനി ഇതിനെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞേ, നമുക്ക് എന്തായാലും ഒന്ന് ഇരുന്ന് നോക്കിയാൽ എന്താ ഗെറ്റപ്പ് എന്നൊന്നും അറിയണ്ടല്ലേ. ഈ ഒരു സോഫനെ കുറിച്ച് നോക്കണ്ട കേട്ടോ, ഇവിടുത്തെ ആ ടൈലിനാണ് ആ ഒരു ഭംഗി വരുന്നത്. എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, എന്തായാലും അടിപൊളി. ഇനി ഓരോന്നോരോ ഇതൊക്കെ മോക്കപ്പ് ചെയ്തിട്ടുള്ളതാണ്. സൂപ്പർ ട്ടോ. അപ്പൊ അടിയിൽ നിന്നും കുറച്ചുകൂടിയും വ്യത്യാസം, കുറച്ചുകൂടിയും അത് ഇതന്നെ നമ്മൾ തന്നെ വാൾ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ചെറിയൊരു ഇന്റീരിയർ ഇപ്പൊ ഈ പറഞ്ഞ പ്രൊജക്ഷൻ ഒക്കെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കാണുന്ന ഒരു ഗെറ്റപ്പിൽ നമുക്ക് വേറെ ലുക്ക് ആയിരിക്കും. അടിപൊളി. ഇപ്പുറത്തെ സൈഡും ആ സെയിം. അതെ തന്നെ. ഇത് ബാത്റൂം പാറ്റേൺ കുറച്ചും ഡിഫറെന്റ് ആയിട്ട് നമ്മളിപ്പോ വേറെ പുറമേക്ക് വരുന്ന ഏരിയസ് ഉണ്ടെങ്കിൽ കവർ ചെയ്യാൻ വേണ്ടിട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, വാവ്, സൂപ്പർ. ഇവിടെ ഇതൊരു ബാത്റൂം കൺസെപ്റ്റ് തന്നെ, അത് കുറച്ചും കൂടി പോഷ് ആയിട്ട് ചെയ്തു മാത്രം. മിററും അടിപൊളിയാണ്. എന്തായാലും മൊത്തത്തിലുള്ള മിററൊക്കെ ഇവിടെ കിട്ടില്ലേ? മിറർ എല്ലാം ഉണ്ട് നമ്മുടെ എല്ലാം ഉണ്ട്, ഒന്നിനും പുറത്തേക്ക് പോകണ്ട, ഒക്കെ ഇവിടെ. ഇനി ഇവിടത്തെ റേറ്റിനെ കുറിച്ചിട്ട് എങ്ങനെയാ നമുക്ക് റേറ്റ് വരുമ്പോൾ നമുക്ക് അവിടത്തേക്കാളും കുറച്ചുകൂടി കൂടുതലാണ്. പ്രീമിയം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കൂടുതലാണ്. മറ്റേന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ കസ്റ്റമർക്ക് ഒരു 55-58 രൂപ റേഞ്ച് തൊട്ട് നമുക്ക് വരുന്നുണ്ടെങ്കിലും ഇവിടെ കുറച്ചുകൂടി പ്രീമിയം കളക്ഷൻസ് ആയതുകൊണ്ട് പ്രീമിയം. ഇനി ഇതിനെ കുറിച്ച് ഒന്ന് നോക്കിയാൽ ഇത് അടിപൊളിയായിട്ടുണ്ട്. ഈ മോക്കപ്പ് ചെയ്ത് വെച്ചത് എന്തായാലും കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഇതൊക്കെ മാറൂട്ടോ. ഇപ്പൊ കാണുന്ന ഒരു വേഗം കണ്ടോ. ഇതിൽ നമ്മൾ പറയുകയാണെങ്കിൽ ആ വൈറ്റിൽ കൊടുത്തിട്ടുള്ള ഒരു ഹൈലൈറ്റ്. ഇതിൽ എനിക്ക് ഒരു കാര്യം ഞാൻ മെയിൻ ആയിട്ട് നോട്ട് ചെയ്തെന്ന് വെച്ചാൽ ഒരു ഗ്രിപ്പ് ടൈപ്പ് ആയിട്ട്, ഇവിടെ ഒരു ഗ്ലോസി ടൈപ്പ് ആയിട്ട് വരുന്നത് അല്ലേ. അപ്പൊ 2 കോൺസെപ്റ്റ് ചെയ്യാം. ഇതില് ഗ്ലോസി, ഗ്രിപ്പ്, പിന്നെ മാറ്റ് ഫിനിഷിംഗ്, പിന്നെ സ്മൂത്ത് ഫിനിഷിംഗും വരുന്നുണ്ട്. ഇപ്പൊ ഈ കാണുന്നത് മൊത്തം വൈറ്റ് ഷെയ്ഡിൽ വരുന്നത്. നമുക്ക് ലൈറ്റ് ഡാർക്ക് ഷെയ്ഡിൽ ചെയ്യാം. ഇതിലിപ്പോ സൈസസ് എങ്ങനെയാ വരാം? നമുക്കിതിപ്പോ സ്റ്റാർട്ടിങ് നമുക്കൊരു 4x2 തൊട്ടാണ് കൂടുതലും വരുന്നത്. 2x2 വരുന്നുണ്ട്, കൂടുതൽ മാറ്റ് ഫിനിഷ് ആണെന്ന് മാത്രം. പിന്നെ അല്ലാതെ വരുമ്പോൾ നമുക്ക് 8x4 സൈസ് വരുന്നുണ്ട്. 8x4 സ്ലാബ് വലിയ സൈസ് വരുന്നത്. പിന്നെ സാധാരണ നമ്മൾ ഈ മാർബിൾ ഗ്രാനൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ പോളിഷിംഗ് കൂടുതൽ വേണ്ടി വരും. ഇതിന് ആ ഒരു സംഭവം വേണ്ട. ഇതില് കൊണ്ടുവന്ന വെക്കുക,
പിന്നെ ഉപയോഗിച്ച് അങ്ങോട്ട് തുടങ്ങാം. പിന്നെ എന്നും ഡെയിലി ഒന്ന് തുടച്ച് വൃത്തിയാക്കിയാൽ നമുക്ക് ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ ഗ്രാനൈറ്റ് ഒക്കെ പോളിഷ് ചെയ്യാൻ അങ്ങനത്തെ സംഭവം അതൊന്നും വേണ്ട. അപ്പൊ അതിന്റെ എക്സ്പെൻസ് കുറയും. എന്ന് വെച്ചാൽ ഒരു കൊല്ലം 2 കൊല്ലം കൂടുമ്പോൾ നമുക്ക് ഇങ്ങനെ പോളിഷിംഗ് പരിപാടി അതിൽ വേണ്ട. അപ്പൊ ഇതാവുമ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവും ചെയ്തു. ഏറ്റവും 1 ടൈം എക്സ്പെൻസ് ആണ്. കൊണ്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതൊക്കെ ഫുൾ ആ സെയിം ഇതിന്റെ ഒരു 3 ഫിനിഷ് കാണിച്ചിട്ടുള്ളതാ. ഇതെന്താ സംഭവം? ഇങ്ങനെ 1 2 3 ഈ 3 ടൈലും ഒറ്റ ഡിസൈനാണ്. അത് 3 ഫിനിഷ് വരുന്നത്. ഒറ്റ ഡിസൈനിൽ തന്നെ നമുക്ക് മാറ്റ്, ഗ്ലോസി, പിന്നെ ഇത് ഗ്രിപ്പ് എല്ലാതും നമുക്ക് കിട്ടും. വാവ്, അതാണ് ഈ ഒരു ബ്രാൻഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. എന്തായാലും ഈ ഒരു സംഭവം ഇതിൽ മാത്രമേ കിട്ടുള്ളൂ. ഇങ്ങനെ ഈ ഒരു ബ്രാൻഡിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ കജാരിയ എന്ന് പറയുമ്പോൾ ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് 2 രീതിയിലും ഉണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും ഉണ്ട്, പ്രീമിയം സെഗ്മെന്റും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് നല്ല നല്ല ഡിസൈൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഇത് സൂപ്പർ. ഇതും ഒരു മോക്കപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവം അല്ലേ? ഇവിടെ അതുപോലെ മിററൊക്കെ നല്ല നല്ല മിറേഴ്സ് അവൈലബിൾ. ഇതിന്റെ ഒക്കെ എക്സ്ക്ലൂസീവ് കളക്ഷൻസ് എന്ന് വെച്ചാൽ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം എന്നാണ് പറയുന്നത്. ഒരു 15 ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട് അല്ലേ? നമുക്ക് 15 ബ്രാൻഡ്സിന്റെ ഒരു ഗാലറി തന്നെ ഇവിടെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെറൈറ്റീസ് മോഡൽസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇനി ഇതിന്റെ ഒക്കെ കളക്ഷൻസ് നമുക്ക് സാനിറ്ററി ഏരിയ തന്നെ ഒരുപാട് കാണാനുണ്ട്. അപ്പൊ ഇതൊരു സെക്ഷൻ ആയിട്ടുള്ളൂ. ഇനി അടുത്തൊരു സെക്ഷനിലേക്ക് പോയാലോ? അപ്പുറത്തും അത് തന്നെയാ? ഈ സെയിം ബ്രാൻഡിന്റെ തന്നെയാ? അവിടെ കുറച്ച് കളക്ഷൻസ് നമ്മൾ വേറെ വെച്ചിട്ടുള്ളത് 6 സ്ലാബിന്റെ. ഇത് ഈ സെയിം ബ്രാൻഡിന്റെ തന്നെ ഇരിക്കുന്നത് മൊത്തം? അത് കുറച്ച് നമ്മൾ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. കുറച്ച് ഓഫർ പ്രൈസിലേക്ക് വരുന്നതാണ് നമ്മൾ സെപ്പറേറ്റ് നമ്മൾ പ്രൈസ് വൈസ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. അപ്പൊ ഇത് ഫുൾ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ കാണുന്നത്, ആ അറ്റം വരെ ഫുൾ കാണുന്നത് സെയിം ഈ ഒരു ബ്രാൻഡിന്റെ തന്നെയാണ് വരുന്നത് അല്ലേ? ഓക്കെ, ഇനി അടുത്ത ബ്രാൻഡിലേക്ക് പോയാലോ? നമുക്ക് കജാരിയുടെ തന്നെ വിട്രോ നൈറ്റ് അല്ലേ? വിട്രോ നൈറ്റ്. അപ്പൊ അതിലെന്താ വ്യത്യാസം നമുക്ക് നോക്കാം. ഇത് ഫുൾ എന്ന് വെച്ചാൽ നടന്നാലും തീരില്ല. കാണുന്നോടത്തൊക്കെ ടൈലുകൾ തന്നെ. പിന്നെ ഇവിടെയും നമുക്ക് ആ ഒരു അടുത്ത ഇതിലേക്ക് 3 മാസം കൂടുമ്പോൾ മാറ്റാം. ചെറുതായിട്ടൊന്ന് നോക്കട്ടെ കേട്ടോ. ഇത് കാണിക്കുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. ചുമ്മാ ജസ്റ്റ് ഒന്ന് ക്യാമറ ഒന്ന് ഒളിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഇത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ 3 മാസം കൂടുമ്പോൾ മാറ്റങ്ങൾ വരും എന്ന് പറഞ്ഞില്ല. ആ മാറ്റം ഇനി നിങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ഇതിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഓരോ സൈഡ് ഇങ്ങനെ മാറ്റങ്ങൾ വരും. അപ്പൊ നമുക്ക് അടുത്തൊരു വിട്രോ നൈറ്റ്. ഞാൻ പെട്ടെന്ന് അയ്യോ ടൈലിൽ ചോട്ടിപ്പോളേ. എന്തായാലും അടിയിൽ നിന്ന് ഇങ്ങനെ നോക്കാം. നല്ല ഫിനിഷിംഗ്. ഇതൊക്കെ എത്ര സൈസ് വരുന്നത്? ഇത് നമുക്ക് വരുമ്പോൾ 6-4 സൈസിൽ വരുന്നതാ. തിക്നെസ് കൂടുതലായിരിക്കും. സാധാരണ ടൈലിനെ അപേക്ഷിച്ച് നമുക്ക് വരുമ്പോൾ 15 mm തിക്നെസ് വരുന്നത്. ഇതാകുമ്പോൾ തിക്നെസ് കൂടുതൽ. ഓക്കെ, അപ്പൊ തിക്നെസ് കൂടുമ്പോൾ നല്ല കുറച്ചുകൂടി ലോങ് ലാസ്റ്റ് കൂടുതലായിരിക്കും. ഈ ഫുൾ സെക്ഷൻ അത് തന്നെയാണ് വരുന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കസ് ഒക്കെ ചെയ്യാം. പിന്നെ ഡിസ്കസ് ചെയ്യാന്ന് ഞാൻ വെറുതെ പറഞ്ഞതാട്ടോ. ആക്ച്വലി ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡൈനിങ് ടേബിൾ വരെ നമുക്ക് ഈ ഒരു ടൈല് സെറ്റ് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ നിലത്ത് വിരിക്കാനും അതുപോലെ തന്നെ വാളിൽ സെറ്റപ്പ് ചെയ്യാനും കിച്ചൺ ടോപ്പിന് മാത്രമല്ല നമുക്ക് ഇങ്ങനെ ഒരു ഡൈനിങ് ടേബിൾ വരെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് പണിക്കാരൊക്കെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ തന്നെ ഇവിടെ ഒന്ന് ചോദിച്ചാൽ മതി. ഇവിടെ കുറെ നമുക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള സർവീസ് നമ്മുടെ ബേസിന് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ആൾക്കാർ ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ സൈറ്റിൽ ഇപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബേസിൽ കണക്ഷനിൽ പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അതിന് കാര്യത്തിന് ഒരു ടെൻഷൻ വേണ്ട. ഒരു വീട് പണിത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഘട്ടം വരുമ്പോൾ അതെ ഇങ്ങോട്ട് പോകുന്നു. എങ്ങടാണ്? നമ്മുടെ തൃശ്ശൂര് ഇവിടെ സിറ്റി സെറാമിക്കിലേക്ക് വന്നാൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും അവർ ഡീൽ ചെയ്തോളൂ അല്ലേ? പിന്നെ പൈസയുടെ കാര്യം ടെൻഷൻ അടിക്കേണ്ട. നമുക്കൊരു അഫോർഡബിൾ റേറ്റിന് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നതായിരിക്കും. എന്തായാലും വന്നോളൂ. പിന്നെ ഈ ഒരു സംഭവം ഇവിടെയും ഡാർക്ക് ആൻഡ് ലൈറ്റ് ഷെയ്ഡിൽ എന്താ അടിപൊളി. മിററിലൊക്കെ കാണുമ്പോഴേ കുറച്ചുകൂടി ഗ്ലാമർ കൂടുതലായി. മിറർ അടിപൊളിയാണ്. എന്തായാലും നല്ല ക്ലീൻ നീറ്റ് ആയിട്ട്. ഇതൊക്കെ നമുക്ക് താഴത്ത് പോയി കാണാമല്ലേ സാനിറ്ററി ഏരിയ. പിന്നെ ഈ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ട് വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? മെയിനായിട്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മാർബിൾസ് ഉണ്ട്. മാർബിൾസിന്റെ സെയിം ഡിസൈൻ ആണ് നമ്മൾ ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നീട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫുൾ ബോഡിയാണ്, കളർ ബോഡിയാണ്. അപ്പോൾ ഗ്രാനൈറ്റ് ഒക്കെ ഇഷ്ടം അല്ലെങ്കിൽ മാർബിൾസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് ടൈൽസ് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ചുരുക്കം പറയുകയാണെങ്കിൽ പണ്ടെന്നൊക്കെ ആൾക്കാർ പറയും ഗ്രാനൈറ്റും മാർബിളാണ് ഏറ്റവും ടോപ്പ്, അത് മാത്രം ഇട്ടാൽ മതി, അപ്പോൾ കുറച്ച് റോയൽ കുറച്ച് ഹൈ ലുക്ക്. അന്ന് എന്ന് പറയുമ്പോൾ അതിന് പകരം വെക്കാനൊന്നുമില്ല. ഏത് മാർബിളും ഗ്രാനൈറ്റിനും പകരം വെക്കാൻ വേറെ ഒന്നുമില്ല എന്നാണ് പണ്ട് പറയാറ്. ഇന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, വിശ്വസിച്ച് ധൈര്യമായിട്ട് പറയാൻ പറ്റും, ഇന്ന് ഗ്രാനൈറ്റും മാർബിളിന് പകരം വെക്കാനായിട്ട് നമുക്ക് ടൈൽസ് ഉണ്ട് അല്ലേ? അതും നല്ല ആ ഒരു സെയിം ഫിനിഷിങ്ങോട് കൂടിയിട്ട്, ആ ഒരു സ്ട്രോങ്ങോട് കൂടിയിട്ട്. അപ്പൊ ഇത് 15 mm തിക്നെസ് വരുന്ന നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട്. അതിൽ പ്ലെയിൻ വേണമെന്ന് വെച്ചാൽ പ്ലെയിനും ഉണ്ട് കേട്ടോ. ഇനി മാർബിളുടെ ഡിസൈൻ തന്നെ വേണമെന്നില്ല. ഇത് കാണുന്നത് മാർബിളുടെ ഡിസൈൻ മാറ്റ് ഫിനിഷിംഗ്. ഇത് വേണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് പ്ലെയിൻ പക്ക പ്ലെയിനിൽ വേണം. അതും വൈറ്റിൽ തന്നെ നിങ്ങൾക്ക് നാനോ വൈറ്റ്, നല്ല പ്യുവർ ആയിട്ടുള്ള വൈറ്റ്, ഓഫ് വൈറ്റ്, വൈറ്റിൽ തന്നെ ഇഷ്ടംപോലെ വൈറ്റുകളുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്തേക്ക് പോയാലോ? ഓക്കെ.
കജാരിയുടെ തന്നെ അടുത്തൊരു ബ്രാൻഡ് കെറോവിറ്റ്. ഇതൊരു സാനിറ്ററി ഡിവിഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ടൈൽസിൽ ഒതുങ്ങുന്നില്ല, നമ്മളിങ്ങനെ ബ്രാൻഡുകൾ ഇങ്ങനെ കൂട്ടി വരാണല്ലേ. അപ്പൊ ഇതിലെന്താണ് നമുക്കിത് ബഡ്ജറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള സാനിറ്ററി ഫിറ്റിംഗ്സ് ആയിട്ടുള്ള ഒരു ഡിവിഷനാണ് കജാരിയുടെ കെറോവിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ എല്ലാതും കിട്ടും നമുക്ക്? എല്ലാം ഉണ്ടായിരിക്കും, എല്ലാ ഐറ്റംസ് ഉണ്ട്. നമുക്ക് സാനിറ്ററി എന്ന് പറയുമ്പോൾ വാഷ് ബേസിൻ, ടോയ്ലറ്റ് നമുക്ക് ഫ്ലോർ മൗണ്ടഡ് വരുന്നുണ്ട്, നമുക്ക് വാൾ മൗണ്ടഡ് ടോയ്ലറ്റ്സ് വരുന്നുണ്ട്, ദെൻ ഡൈവേർട്ടേഴ്സ് വരുന്നുണ്ട്, വാൾ മിക്സസ്, അങ്ങനെ എല്ലാ കളക്ഷൻസും നമുക്ക് അവരിൽ അവൈലബിൾ ആണ്. ഇതും നിങ്ങൾ ഡിസ്പ്ലേ പോലെ ഇങ്ങനെ സെറ്റപ്പ് ക്രോം ഫിനിഷിംഗില്. അതെ, ക്രോം ഫിനിഷ് വരുന്നത്. അപ്പൊ എന്നുവെച്ചാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പൊ കജാരിയ കേൾക്കുമ്പോൾ പേടിക്കണ്ട, ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോന്നോ. നമുക്ക് ആ ഒരു അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് ഇഷ്ടം പോലെ മോഡൽസ്, ഇഷ്ടം പോലെ വെറൈറ്റീസ് കിട്ടും. അത് ചെറുതുമാണ് വലുതുമാണ്, എന്ത് മോഡൽ വേണമെങ്കിലും ഇവിടെ ഉണ്ട്. ഇതാണ് ശരിക്കും അവരുടെ ഇതിപ്പോ നമ്മളിപ്പോ അവരുടെ ടോയ്ലറ്റ്സിന്റെ മെയിൻ അതിന്റെ സ്പെസിഫിക്കേഷൻ കാണിച്ചിട്ടുള്ളതാണ്, അതിന്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ഒഴിവ് കിട്ടുമ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടൊന്ന് വായിച്ചാൽ മതി. ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോ എന്താ സംഭവം എന്നുള്ളത്. അപ്പൊ കജാര ബ്രാൻഡിൽ തന്നെ കെറോവിറ്റ് എന്നുള്ള ബ്രാൻഡിലാണ് വരുന്നത് അല്ലെ. അപ്പൊ മെയിൻ ആയിട്ട് അപ്പൊ ഈ ഒരു സെക്ഷനിൽ ഫുൾ അടിപൊളി, എന്തായാലും മൊത്തത്തിൽ ഇഷ്ടമായി ഓവറോൾ. ഇനി ടൈൽസ് ഇത് മാത്രം ഒതുങ്ങുന്നില്ല, ഇതിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ബ്രാൻഡ്സ് വേറെ വരും. എന്നുവെച്ചാൽ കജാരിയുടെ ഇപ്പൊ 4 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലത്തെ നമ്പർ 1, അത് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. ഈ 4 കേട്ടോ. എന്നുവെച്ചാൽ വേറെ സ്ഥലത്തുണ്ട്, പക്ഷെ അത് 1, 2 ഒതുങ്ങുന്നതാണ്. പക്ഷെ 4 ഒരുമിച്ച് കിട്ടണമെങ്കിൽ അത് നമുക്ക് സിറ്റി സെറാമിക്കിലേക്ക് തന്നെ വരേണ്ടി വരും. അപ്പോൾ സാനിറ്ററിയിൽ ഈ ഒരു ബ്രാൻഡ് മാത്രമല്ല വേറെയും ബ്രാൻഡ്സ് ഉണ്ട്, നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എന്തായാലും അത് നമുക്ക് ലാസ്റ്റ് കവർ ചെയ്യാം. ഇപ്പം ഇനി ടൈൽസ് കുറച്ചുകൂടി നോക്കാനുണ്ട്, പല ബ്രാൻഡ്സ് ഇനിയും അവൈലബിൾ ആണ്. അപ്പോൾ 15 ബ്രാൻഡ്സോളത്തോളം നമുക്ക് ഇവിടെ ഗാലറി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാം. നമുക്ക് അടുത്ത ബ്രാൻഡാണ് സിംബോളോ സെറാമിക്സ്. അപ്പൊ ഇവിടെയാണ് ഫുൾ സെക്ഷൻ വരുന്നത് അല്ലേ. ഇതിലും നിങ്ങൾ ഇതുപോലെ ഡിസ്പ്ലേ ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ, നല്ല അടിപൊളി. ഇവിടെ തന്നെ തുടങ്ങാം നമുക്ക്. ഇനി ഈ ഒരു ബ്രാൻഡിനെ കുറിച്ച് ഇത്ര നേരം നമ്മൾ കജാരിയ പറയാം, ഇപ്പൊ ഇതെന്താ ഈ ഒരു ബ്രാൻഡിനെ കുറിച്ചിട്ട് പറയാനുള്ളത്? സിംപോളോ എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ലീഡിംഗ് ആയിട്ടൊരു കമ്പനിയാണ്. അതായത് ലീഡിംഗ് എന്ന് പറയുകയാണെങ്കിൽ പ്രൊഡക്റ്റിന്റെ കാര്യത്തിൽ നമുക്ക് ഏറ്റവും ലീഡിംഗ് ആയിട്ടൊരു കമ്പനിയാണ്. കൂടുതൽ ആർക്കിടെക്ട് ബേസിലാണ് നമുക്ക് പ്രൊഡക്റ്റുകൾ കൂടുതൽ ഇറങ്ങുന്നത്. അപ്പോൾ അവരുടെ ഒരു മെയിൻ പ്രത്യേകത കൂടുതൽ കളക്ഷൻസ്, അതായത് ഇപ്പോൾ കസ്റ്റമേഴ്സിന് വേണ്ടി വരുന്ന മൊറോക്കൺ ടൈൽസ്, അതുപോലെ ടൈനി ടൈൽസ്, അതുപോലെ തന്നെ നമുക്ക് സ്പെക്ടർ എന്നുള്ള ഓരോ സീരീസുകളുണ്ട്, ഹൈലൈറ്റർ പോർഷൻ, അങ്ങനെ ഓരോ സെപ്പറേറ്റ് വേർഷൻ ആയിട്ട് നമ്മൾ ഇതിന് തിരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് സിംബോളുകൾ നമുക്ക് കിട്ടും. ഓക്കെ, ഇതിലും സൈസസും ഡിഫറെന്റ് ചെറിയ സൈസ് മുതൽ വലിയ സൈസ് വരെ നമുക്ക് വരുന്നുണ്ട്. ഈ ഒരു സിംബോളോ ബ്രാൻഡിൽ വരുന്നുണ്ട്. അപ്പൊ ഇവരെ നമുക്ക് ഡിസ്പ്ലേ നോക്കാം. ഇത് ഡിസ്പ്ലേ വരുന്നത് ബാത്റൂം മോക്കപ്പ് ആണ് കൺസെപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സംഭവം കൺസെപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ കാണുന്നത് മൊത്തം ആ ഒരു രീതിയിൽ അടിപൊളി കേട്ടോ. ഡിസൈൻസ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അല്ലേ നല്ല രസമായിട്ടുണ്ട്. ഇത് നമുക്ക് 5 mm തിക്നെസ് വരുന്ന ഫ്ലെക്സിബിൾ ടൈൽസ് വരുന്നത് നമുക്ക് വാളിലേക്ക് കൊടുക്കാനായിട്ട് ഡയറക്റ്റ് ചുമരുമ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കനം കുറഞ്ഞ ടൈൽസ്, തിക്നെസ് വളരെ കുറവായിരിക്കും. സോ നമുക്ക് ഡയറക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഒരൊറ്റ ഇതിൽ തന്നെ അതായത് നമുക്കിപ്പോ ഒരു വലിയ വാളൊക്കെ വരുന്നുണ്ട്, അപ്പൊ അവർക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ടൈൽസ് പ്രൊവൈഡ് ചെയ്യാം. വേറെ മുറിച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഒരൊറ്റ തന്നെ വെച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞാൽ അവിടെ ഫിനിഷ് ആയി. ഇതൊരു ടിവിയുടെ ഒരു ഏരിയ, TV യൂണിറ്റ് ആ ഒരു രീതിയിൽ കോൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. മെയ്തിലൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ സിംബോളോ ബ്രാൻഡിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എത്ര സൈസാണ് ചെറുത് സൈസ് വരുന്നത്? നമുക്ക് 20x20 ടൈനി ടൈൽസ് ആണ് വരുന്നത്. മൊറോക്കന്റെ ചെറിയ അത് ഞാനൊന്ന് കാണിച്ചു തരാം. അവരുടെ മെയിൻ സ്പെഷ്യൽസ് അവിടെ ഹൈലൈറ്റർ പോർഷൻസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ കാണുന്നതെല്ലാം ഒരു ടൈനി ടൈൽസ് കളക്ഷൻ വരുന്നത്. ഈ കാണുന്നത് ഇത് വരുന്നത് ഈ ടൈനി ടൈൽസ് ശരിക്കും എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യണത് കൂടുതൽ? അത് നമുക്ക് വാളിലും യൂസ് ചെയ്യും, ഫ്ലോറിലും യൂസ് ചെയ്യും. ഓക്കെ, 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അതിന്റെ മുകളിൽ നമ്മൾ ചെറിയൊരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. അതിപ്പോ നമുക്ക് കിച്ചണിന്റെ വാളായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ടിവിയുടെ ഏരിയ ഒക്കെ വരുന്നത് ഹൈലൈറ്റർ പോർഷൻ നമുക്ക് എവിടെ വരുന്നു ബാത്റൂമിന്റെ വാളിലേക്ക് കൊണ്ട് എങ്ങനെ വെച്ചാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ഡിസൈൻ ചെയ്യാം. അപ്പൊ ഈ ഒരു ചെറിയ സൈസ് തൊട്ട് വലിയ സൈസ് വരെ ഈ ഒരു സിംബോളോ ബ്രാൻഡിൽ അവൈലബിൾ ആണ്. പിന്നെ ഇവിടത്തെ സംഭവം എന്താ? ഇതാണ് നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എല്ലാത്തിനും നമുക്ക് അപ്ഡേഷൻ നടത്തും. അതുപോലെ ഓരോ 3 മാസം തോറും നമുക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു വേർഷനാണ് മാർമോറിക്ക. ഇതില് എനിക്ക് ഒരു ഡൗട്ട്, ഇതിപ്പോ ഒരു ഡിസൈൻ തന്നെ ഒരു ഇതിൽ തന്നെ ഇപ്പൊ അങ്ങനെ ഡിഫറെന്റ് പാറ്റേൺ വരുന്നുണ്ട്. നമുക്ക് ഷൈനി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്, പെപ്പർ മാറ്റ്, സ്ട്രോങ് സാബിയ എന്ന് പറഞ്ഞിട്ട് 4 ഫിനിഷ് ആണ്. ഒറ്റ ടൈലാണ് 4 ഫിനിഷിലാണ്. ഒറ്റ ടൈൽ ഒറ്റ ഡിസൈനിൽ തന്നെ നമുക്ക് 4 ഫിനിഷിംഗിൽ വരുന്നത് സിംബോളോയിലും മാത്രമേ കിട്ടുള്ളൂ അല്ലേ. അത് ഡിഫറെന്റ് സൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതല്ലേ സെയിം. പിന്നെ ഈ മുകളിൽ കാണിച്ചിട്ടുള്ളത് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഹൈലൈറ്റർ പോർഷൻ ആണ്. നമുക്ക് ഹൈലൈറ്റർ ആയിട്ട് വെക്കണമെന്ന് നമുക്ക് അങ്ങനെ ചെയ്യാം. ഈ താഴെ കാണിച്ചിട്ട് നമുക്ക് ബാത്റൂം കൺസെപ്റ്റിന്റെ ഹൈലൈറ്റർ കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ പറഞ്ഞ ടിവിയുടെ ഏരിയ ഒക്കെ വരുന്നുണ്ട്, അവിടേക്ക് നമുക്ക് സെപ്പറേറ്റ്
ഹൈലൈറ്റർ പോർഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഹൈലൈറ്റർ പോർഷൻ വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ഒരു മാച്ചിങ് ആയിട്ടുള്ള രീതിയിൽ കോൺസെപ്റ്റിലാണ് മൊത്തത്തിൽ നമുക്ക് ഈ ഒരു സിംബോളോ ബ്രാൻഡിൽ വരുന്നത്. ഇതിന്റെ വേറെ ഒരുപാട് കളക്ഷൻസ് ഡിസൈൻസ് ജസ്റ്റ് ഇവിടെ സാമ്പിളിന് വെച്ചത് മാത്രം, ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഇത് ടൈനിയിലെ പറയുമ്പോൾ ഈ കാണുന്നതൊക്കെ ടൈനിയിലാണ്. വേറെ ഓപ്ഷൻസ് കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഓരോന്നിങ്ങനെ നോക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ വരുന്നവർക്ക് സെലക്ട് ചെയ്യാനേ. ഇപ്പൊ കുറച്ച് സാമ്പിൾസ് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏത് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ നമുക്ക് പിക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ചെറിയത് തൊട്ട് വലുത് വരെയുള്ള കോൺസെപ്റ്റ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇതും അത് തന്നെയാ സിമ്പിൾ വരെ. ഓക്കെ, അപ്പൊ ഇനി ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ട് കളക്ഷൻസ് തീരുന്നില്ല. എന്തായാലും ഓരോന്നിനും ഓരോ ഏരിയ വൈസ് നമുക്ക് അങ്ങനെ സെറ്റപ്പ് ചെയ്തപ്പോ അടിപൊളി. 35,000 എന്നൊക്കെ പറയുമ്പോ ആദ്യം എത്ര ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ചെറിയ ഷോപ്പായിരുന്നു. കാരണം ഞാൻ ഇവിടുത്തെ കാര്യമാണ്, അപ്പൊ അതുകൊണ്ട് എനിക്കറിയാം ഇത് ആദ്യം ഇത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എന്ന് പറയുമ്പോ ഇവിടെ കയറി വന്നു കഴിഞ്ഞാൽ കാല് കഴിച്ചിട്ട് പാടില്ല, അത്രയും ഏരിയ ഉണ്ട്. ഇത് ഫുൾ നമുക്ക് പല സിംബോളിന്റെ സ്ലാബ് വരുന്നത് പല കളേഴ്സ് എന്ന് വെച്ചാൽ ലൈറ്റിൽ തന്നെ നമുക്ക് പല കളേഴ്സ് അവൈലബിൾ ആണ്, ലൈറ്റ് ഷെയ്ഡിൽ തന്നെ അല്ലേ. ഇതൊക്കെ ഈ ഒരു ബ്രാൻഡിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇതെങ്ങനെ നമ്മൾ മിസ് ചെയ്യും, ഈ ഒരു സംഭവം കൂടി നമുക്കൊന്ന് എടുത്തിട്ട് നമുക്ക് അടുത്തേക്ക് പോവാം അല്ലെ. എന്തായാലും എൻ്റെ വീട് പണി സംഭവം 1, 2, 3, 4 വീടുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ഒരു കോൺസെപ്റ്റ് ഇനി എന്തായാലും ഞാൻ അടുത്തേക്ക് വരാട്ടാ. ആദ്യത്തൊക്കെ വന്നു കഴിഞ്ഞു, ഇനി ഇതൊക്കെ പുതിയ വർഷം, ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പൊ പുതിയത് അടുത്തൊരു 3 മാസം കഴിയുമ്പോൾ ഇതും മാറ്റിയിട്ട് പുതിയത് നമ്മൾ ആഡ് ചെയ്യും. ഇനി 3 മാസം കൂടുമ്പോൾ ഞാൻ വീട് പണിയണം. എന്തായാലും ഒരു വീട് പണിത് കഴിഞ്ഞാൽ അതിന് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് എടുക്കുന്ന ഒരു സംഭവമാണ്. എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ട ആവശ്യമില്ല. ഇപ്പൊ 20 കൊല്ലം 30 കൊല്ലം 40 കൊല്ലം മുന്നത്തെ വീടെന്നൊക്കെ പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ ടൈൽസ് അത് പഴയ ടൈപ്പ് ചെറിയ ചെറുതൊക്കെ ആയിരുന്നു. അപ്പൊ അതൊക്കെ എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് കിട്ടില്ല, ഇത്തിരി കുറവാണ്. അപ്പൊ അതിന് പകരം വെക്കാനായിട്ടോ നമുക്ക് പകരം വെക്കാനല്ല, ഇതിന് ഇത് തന്നെയാണല്ലോ, ഇതിന് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല അല്ലെ. അപ്പൊ എന്തായാലും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇനി അടുത്ത ബ്രാൻഡിലേക്ക് എടുക്കാം അല്ലെ. ഓക്കെ, ഇവിടെ വന്ന് ഇങ്ങനെ നിന്ന് പോട്ടോ. ഇത് എന്താ സംഭവം വെച്ചാൽ സിംബോൾ വരെ അവരുടെ ഇയറും അവരുടെ കാര്യങ്ങളൊക്കെയാണ് ഡീറ്റെയിൽസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ 1977 തൊട്ടിട്ടുള്ള ഒരു സെറ്റ് ചെയ്തിട്ടോ. പക്ഷെ നമ്മൾ അറിയാൻ വൈകി, നമ്മളൊക്കെ ഇപ്പോഴാണ് അറിഞ്ഞിട്ട്. 1977 ഞാൻ ജനിച്ചിട്ടും കൂടി ഇല്ല, പക്ഷെ ഇപ്പോഴാണ് അറിഞ്ഞത് സംഭവം. ഇനി ശരിക്കും പറഞ്ഞാൽ ഈ സിംബോളോ ബ്രാൻഡിനെ കുറച്ചുകൂടി നമ്മൾ മിസ് ചെയ്ത ആ ഒരു സംഭവമാണ് നമ്മൾ ഇനി കാണിക്കാൻ പോണത്. ഇത് പോർച്ചിലേക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതും സിംബോളോ ബ്രാൻഡിന്റെ തന്നെയാണ്. അപ്പൊ ഈ ചെറിയ നമ്മൾ നേരത്തെ കാണിച്ച ചെറിയ ടൈലിന് ടൈനി ടൈലിനേക്കാളും ചെറുതാണ് ഇത്. അല്ല, ഇതിപ്പോ നമ്മൾ ചെറിയ പീസ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് 2.2 4.2 അവൈലബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അത് ഡിസ്പ്ലേ ആണ്. ആക്ച്വലി ഡിസ്പ്ലേ ആണ്. ചെറിയ പീസിന്റെ നമ്മൾ കളക്ഷൻസിന്റെ ഡിസ്പ്ലേ വെച്ചിട്ടുള്ളത്. അത് 4 പാറ്റേൺസിൽ വെച്ചിട്ടുണ്ട്. നമുക്കിത് ഗ്ലോസിയിൽ വെച്ചിട്ടുണ്ട്. നമുക്കൊരു പ്രൊട്ടക്ട് സർഫേസ് എന്നുള്ള രീതിയിലും പിന്നെ കുറച്ച് ടെക്സ്ചർ ആയിട്ടും പിന്നെ ഒരു ഹൈലൈറ്റർ പോർഷൻ ആയിട്ടും അങ്ങനെ 4 കൺസെപ്റ്റില് കളേഴ്സ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത്. അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതും സെയിം അതിന്റെ തന്നെ ലൈറ്റ് വെർഷനിൽ ഹൈലൈറ്റർ ഒക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട്. എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇതിപ്പോ ഇത് കോട്ടിയാട് എന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഉള്ളിൽ ഗാർഡൻ സെറ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ അതിനുള്ളത്, പുറമേക്കുള്ളത് വേറെ ഉണ്ട്, ഉള്ളിലേക്കുള്ളത് വേറെ ഉണ്ട്, അതെ നിലത്തേക്കുള്ളത് വേറെ ഉണ്ട്, ചുമരിലേക്കുള്ളത് വേറെ ഉണ്ട്. അതുകൊണ്ടാണ് സിംബോളോ ഇത്രയും ആർക്കിടെക്ട് കളക്ഷൻസിൽ കയറി വരാനും ഇന്ത്യസ് നമ്പർ 1 ലീഡിംഗ് ബ്രാൻഡും കൂടി ആയതുകൊണ്ടാണ്. പിന്നെ ഇങ്ങനെ ഒരു സെറ്റപ്പ് നമുക്ക് വീട്ടിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അല്ലെ. ഇതും സിംബോളോ ബ്രാൻഡിന്റെ തന്നെ നമുക്ക് ലൈറ്റ് ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡ് എവിടെ വേണമെങ്കിൽ. ഇപ്പൊ ഒരു മാറ്റ് ഫിനിഷിംഗ്, അത് നമുക്ക് കിച്ചൺ ടോപ്പ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഇവർ കിച്ചൺ സ്ലാബുകൾ ഇറങ്ങുന്നുണ്ട്. കിച്ചണിലേക്ക് സ്ലാബ് സാധാരണ നമ്മൾ മുമ്പൊക്കെ ഗ്രാനൈറ്റ് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നാനോ സ്ലാബ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിന് പകരമായിട്ട് അതിന് സെയിം ഇത് ആ ഒരു ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് അവരുടെ സ്ലാബുകൾ യൂസ് ചെയ്യാം. നമ്മുടെ ഏരിയ എവിടേക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ മതി, ആ രീതിയിലുള്ള സെറ്റപ്പ് ചെയ്ത് തരുന്നതായിരിക്കും സിംബോളോ ബ്രാൻഡിൽ. ഇനി അടുത്ത ബ്രാൻഡിലേക്ക് കിടക്കാം. സീനാണല്ലോ ഇവിടെ, അടിപൊളി. ഇതെന്താ ഫിനിഷിംഗ് കുറവുണ്ടോ? അല്ല, അത് നമുക്ക് ഇതിന്റെ ഫിനിഷിംഗ് ഇങ്ങനെയാണ് വരുന്നത്. ഇത് ആത്തൻകുടി ടൈൽസ് വരുന്നുണ്ട്. അതിന്റെ ഡിസൈൻസ് നമ്മൾ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്ന പാണ്ടെന്ന് പറഞ്ഞ ടൈൽസിന്റെ വരുന്നതാണ്. ആക്ച്വലി നമ്മളിത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഫിനിഷിംഗ് കുറവുകൊണ്ടാണ്. പക്ഷെ ഇതിന്റെ ആക്ച്വൽ ലുക്ക് ഇങ്ങനെയായിരിക്കും വരിക. ഒരു പണ്ടത്തെ സ്റ്റൈലിലുള്ള ഒരു ബാത്റൂം സെറ്റപ്പ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നമുക്ക് ടൈനി ടൈൽസിന്റെ കളക്ഷൻ തന്നെ വരുന്നത്. ഇതൊരു വേറൊരു സെറ്റപ്പ് അല്ലേ. ഇതൊക്കെ ഡിസൈൻ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് ബുക്ക്ലെറ്റ് ഔട്ട്ലെറ്റ് ബുക്ക് ഉണ്ടാവും കാണാൻ വേണ്ടിട്ട് ഇങ്ങനത്തെ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ. നമ്മൾ ഇതിനെ അവർക്ക് കാണാൻ വേണ്ടിട്ട് നമ്മൾ വിസിബിലിറ്റി നമുക്ക് നേരിട്ട് ടച്ച് ആൻഡ് ഫീൽ ആണല്ലോ നമുക്ക് കൂടുതൽ നന്നായിട്ട്. അപ്പൊ കാറ്റലോഗിനേക്കാളും കൂടുതൽ നമുക്ക് ടച്ച് ആൻഡ് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് അതിന് കൂടുതൽ മനസ്സിലാവുള്ളൂ. അപ്പൊ അതിലൊരു ജോയിന്റ് വേർഷൻ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഈ ഒരു സെറ്റപ്പ് ചെയ്തു. ഇപ്പൊ ഈ കാണുന്നത് ഇങ്ങനെ
കാണുമ്പോൾ ഒരു ലുക്ക് ഉണ്ടാവില്ല, പക്ഷെ ഇത് ശരിക്കും ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്കാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിന്റെ മുകളിൽ തന്നെ ആ ഒരു പിക്ചർ ഡീറ്റെയിൽ ഒക്കെ കാണിച്ചിട്ട്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ ആ ഒരു കോൺസെപ്റ്റ് ആണെങ്കിൽ പറയാം പാണ്ട സെറ്റപ്പ് എന്നൊക്കെ അല്ല, ആ ഒരു വലിയവർക്കും ഇഷ്ടമാണ് കുട്ടികൾക്ക് ഇഷ്ടമാണ്, നമ്മളെ കുട്ടികളൊക്കെ തന്നെയല്ലേ. അത് ആർക്കിടെക്ട്സ് നമുക്ക് ഇങ്ങനത്തെ ഒരു കളക്ഷൻസ് നീങ്ങാറുണ്ട്. അതൊരു ഏരിയ മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവര് കൂടുതലും ബെറ്റർ ആയിട്ട് ഇങ്ങനത്തെ ടൈൽസ് ആണ് കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത്, കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ മൊത്തത്തില് കളക്ഷൻസ് കൊണ്ട് കളക്ഷൻസ് ആണ്. അപ്പൊ അത് പാണ്ട ഇതില്. ഇനിയിപ്പോ ഈ ഇറ്റാലിയന്റെ കുറിച്ചിട്ട് നമ്മൾ കുറച്ച് കേട്ടിട്ടുണ്ട്, അപ്പൊ അതിനെ കുറിച്ചിട്ട് ആ ഒരു സംഭവം ഇവിടെ ഉണ്ട്. നമുക്ക് നെക്സിയോ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് വരുന്നത്. അത് നെക്സിയോ. അപ്പൊ അങ്ങോട്ട് പറയാ നെക്സിയോ എത്തിലോ കറക്റ്റ് ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇത് നെക്സിയോ ബ്രാൻഡിന്റെ ഇറ്റാലിയൻ സ്റ്റൈലിലാണ്. ഇത് ഇപ്പൊ കൂടുതൽ ഇത്തിരി ഡിമാൻഡ് കൂടുതലുള്ള ഒരു സംഭവമാണ്. ഇറ്റാലിയൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് നമുക്ക് നെക്സിയോ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് സെയിം കളറിൽ തന്നെ ഒരു ഡാർക്ക് ലൈറ്റ് ഷെയ്ഡിൽ ഇതിന് നമുക്കിത് ചെറിയ സൈസ് തൊട്ട് വലിയ സൈസ് വരെ അവൈലബിൾ ആണ്. അത് നമുക്ക് പല കളേഴ്സിലും നമുക്ക് കിട്ടും. ഓക്കെ, പ്ലെയിനും ഗ്ലോസ് ഇതൊക്കെ ശരിക്കും എവിടെ നമുക്ക് മെയിൻ ആയിട്ട് താഴത്ത് വിരിക്കാനുള്ളതാണോ? യൂസ് ചെയ്യാം. നമുക്ക് മെയിൻ ഫ്ലോർ ആണ്, പിന്നെ നമുക്ക് വാളിലേക്ക് ഓരോ ഏരിയനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഇപ്പൊ വരുന്ന എല്ലാവരും 8-4 സ്ലാബ് ഒക്കെയാണ്, അല്ലെങ്കിൽ 6-4 സ്ലാബ് ഒക്കെയാണ് ബാത്റൂമിന്റെ വാളിലേക്ക് അവർ സെലക്ട് ചെയ്യുന്നത്. സോ അങ്ങനെ ആ ടൈമിൽ നമുക്ക് ഏത് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അവരുടെ ആ ഒരു മൈൻഡിൽ നമുക്കൊരു അവരൊരു ഐഡിയ ഉണ്ടായിരിക്കും എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ കൂടുതൽ ആർക്കിടെക്ട് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് വരുന്നുണ്ടാവും, അവരുടെ ഒരു ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ഒരു പാറ്റേണിലുള്ള ഡിസൈൻ നോക്കിയെടുക്കുക, വെക്കുക, അത്രേ ഉള്ളൂ. ആ ഒരു മൈൻഡ് അവരെന്ന് വെച്ചാൽ ഫുൾ 3D സ്റ്റൈലിലൊക്കെ ചെയ്ത് വന്നിട്ടുണ്ടാവും. ഇന്ന കളർ വേണം, ഇന്ന പിന്നെ വേറെ ഒന്നും നോക്കണ്ട, പെട്ടെന്ന് സെലക്ട് ചെയ്ത് പെട്ടെന്ന് പോവും ചെയ്യാം. അപ്പൊ ഇതൊക്കെ ചെറിയ നീളം കൂടിയ ടൈപ്പ് ഉള്ളത് അല്ലേ? ഇത് നമുക്ക് വലിയ സൈസാണ്. ഇപ്പൊ ഇതിന്റെ തന്നെ ഈ കാണുന്ന ടൈലാണ് വരുന്നത്. ഇതിന് ഡിഫറെന്റ് കളേഴ്സ് വരുന്നത്. ആക്ച്വലി ഇതാണ് ഇതിന്റെ സൈസ് വരുന്നത്. ഇതിന്റെ ഇതിന് തന്നെ ഡിഫറെന്റ് ഷെയ്ഡ്സ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി സൈഡിൽ സാമ്പിൾസ് വെച്ചു. ഓക്കെ, ഈ കാണുന്നത് മൊത്തം അത് തന്നെയാ വരുന്നത്. അതിന്റെ ഉള്ളിലേക്ക് മൊത്തം ഇത് ഫുള്ള് വരുന്നത് നമുക്ക് ആ ഒരു സെക്ഷനാണ് വരുന്നത്. ഇതിലിപ്പോ ഈ കാണുന്നതൊക്കെ ഗ്ലോസി. ഇതിന്റെ സൈസ് വരുന്നത് ഇത് നമുക്ക് വരുമ്പോ നമുക്ക് ചെറുത് തൊട്ട് വലുത് വരെയുണ്ട്. 8-4 അതിന് മേലേക്കും വരും. ഇതും ഇപ്പുറത്തും എല്ലായിടത്തും കാണുന്നതും മൊത്തം നമുക്ക് ഇറ്റാലിയൻ സ്റ്റൈൽ ആ ഒരു ഫിനിഷിംഗിൽ വേണമെന്ന് പറയണവർക്കാണെങ്കിൽ നെക്സിയോ ബ്രാൻഡിന്റെ അതാ ഇങ്ങോട്ട് പോകുന്നു അല്ലെ. ഇപ്പൊ ഇതിന്റെ കൂടുതലും പിന്നെ ടെക്സ്ചേഴ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ, അതും സെയിം നമുക്ക് ഇറ്റാലിയൻ മാർബിളിന്റെ ഡിസൈൻ അതേപോലെ തന്നെ ആ ഒരു ക്വാളിറ്റി എന്താണോ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ്. അപ്പൊ നമ്മൾ ഇറ്റാലിയൻ വീട്ടിൽ നിൽക്കുന്ന വെച്ചാൽ ആ ഒരു ഏരിയയിൽ നിൽക്കുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് വീട്ടിൽ ഈ ഒരു സെറ്റപ്പ് ചെയ്യുമ്പോൾ നിൽക്കുന്ന ഒരു ഫീല് കിട്ടും എന്നാണ് പറഞ്ഞു വരുന്നത് അല്ലെ. ആ ഒരു രീതിയിലുള്ള സെറ്റപ്പ്. ആ ഒരു ഇത് കാണുന്നത് മൊത്തം അവരുടെ സാമ്പിൾസിന്റെ ഓപ്ഷൻസ് വരുന്നത്. ഓ, അപ്പൊ ഇതിന് ഏതാ നോക്കിട്ട് അങ്ങനെ ഓരോന്നോരോന്നോരോ ഹൈലൈറ്റർ പോർഷൻ ഓരോ സെറ്റ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. ഇത് ശരിക്കും ഇതിന്റെ സൈസ് വലുതാണ്, പക്ഷെ ഇത് ആക്ച്വലി നമുക്ക് ഇത് കാണിക്കാൻ വേണ്ടിട്ട് മാത്രം വെച്ചിട്ടുള്ളത്. ഏത് സാമ്പിൾസ് വേണം, ഡാർക്ക് വേണോ, ഷെയ്ഡ് ലൈറ്റ് വേണോ, വുഡിന്റെ ഫിനിഷിംഗിൽ വേണോ, ഇത് ഫുൾ അത് തന്നെ ഇതിന്റെ ഏതാ സാമ്പിൾ നോക്കാൻ പറയാ, ബില്ലടിച്ചോ പറയാ, പരിപാടി കഴിഞ്ഞു. പിന്നെ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 31st വരെ 31st നറുക്കെടുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് ഓഫേഴ്സ് ഇപ്പൊ ആക്ച്വലി നമ്മുടെ ന്യൂ ഇയറിന്റെ ഓഫർ കഴിഞ്ഞാലും അതിന്റെ നറുക്കെടുപ്പ് 31st ഇത് കൂടാണ്ട് ഇനിയും സ്പെഷ്യൽ ധമാക്ക ഓഫേഴ്സ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ആ കാര്യം ഞാൻ പറയില്ല, അത് ആരെ പറയാ, ഇവിടേക്ക് വിളിച്ച് ചോദിച്ചാൽ അവർ പറഞ്ഞു തരുന്നതായിരിക്കും. ഇനിയും ഓഫേഴ്സ് ഉണ്ട്, ഇഷ്ടം പോലെ വെറൈറ്റീസ്. അപ്പൊ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, ലാസ്റ്റ് സ്റ്റേജിലാണെങ്കിൽ അല്ലെങ്കിൽ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, അവർക്കായാലും നമുക്ക് പറഞ്ഞ് സെറ്റപ്പ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഇപ്പൊ സാധനം കൊണ്ടുപോകണ്ട, 1 മാസം കഴിഞ്ഞിട്ടായാലും നിങ്ങൾക്ക് അല്ലെ ആ ഒരു രീതിയിലായാലും ചെയ്ത് എന്ന് വെച്ചാൽ നമുക്ക് വീട് പണിയുടെ സമയത്ത് മതി എന്ന് പറഞ്ഞാലും ഇപ്പൊ ഓൾമോസ്റ്റ് നമുക്ക് ആദ്യമേ വന്ന് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഇല്ലേ. ഇങ്ങനെ ഒരു സെക്ഷൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ. ഇവിടെയും കളക്ഷൻസ് ഉണ്ട്, ചെറുത് തൊട്ട് വലുത് വരെ എല്ലാ ഐറ്റംസ് ഉണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 50 രൂപ സ്ക്വയർ ഫീറ്റിന് 30 രൂപ 70 രൂപ അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കസ്റ്റമേഴ്സിനൊക്കെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് നമ്മൾ വേറെ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. 54 എന്ന് വെച്ചാൽ 30 രൂപ തൊട്ട് നിങ്ങൾക്ക് 2000 രൂപ വരയ്ക്ക് സ്ക്വയർ ഫീറ്റിൽ വില വരുന്ന ടൈൽസുകൾ അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പല രീതിയിൽ എന്ന് വെച്ചാൽ ഗ്ലോസി ഉണ്ട്, മാറ്റ് ഫിനിഷിംഗ് ഉണ്ട്, എണ്ണാൻ പറ്റില്ല അത്ര അധികം ഉണ്ട് കേട്ടോ. നടന്ന് എനിക്ക് കാര്യവേദന എടുത്ത് തുടങ്ങി. നമുക്ക് വല്ലോടത്ത് ഇരുന്നിട്ട് പിന്നെ എടുത്താൽ മതി. അത്രയും നടക്കാനുണ്ട്. എന്ന് നടക്കുന്നത് നമുക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. ഞാൻ പക്ഷെ ആദ്യമായിട്ടല്ല കേട്ടോ. ഞാൻ ആക്ച്വലി ഇത് 2-3 തവണ വന്നിട്ടുണ്ട് ഓൾറെഡി. എൻ്റെ വീട് പണിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് ടൈൽസ് റിനോവേഷന് വേണ്ടിയിട്ട് പറഞ്ഞല്ലോ, ബാത്റൂമിന്റെ കാര്യത്തിന് അതിന്റെ ആവശ്യത്തിനൊക്കെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു ടിപ്പും സജഷൻസും ഒക്കെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. നല്ല നല്ല കളക്ഷൻസ് എന്ന് വെച്ചാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇവിടെ വന്ന്. ഇത് ഏറ്റവും വലിയ ഇത് 6x4. അപ്പൊ ഏറ്റവും ചെറുത് തൊട്ട് ഏതാ വരുന്നത്? നമുക്ക് സൈസ് 2x2 സ്റ്റാർട്ടിംഗ് വരുന്നത്. 2x2 തൊട്ട്
2x2 തൊട്ട് നമുക്ക് 6x4 വരെ വരുന്നുണ്ട്. ഇനിയിപ്പോ ഇത് നമുക്ക് അടിയിലേക്കുള്ള ഹൈലൈറ്റർ ആണോ? ഇത് നമ്മൾ സ്റ്റെപ്പ് ടൈലൊക്കെ വരുന്നില്ലേ, അത് ഫുള്ളി റെഡിമെയ്ഡ് ആയിട്ട് മോൾഡ് ചെയ്ത് വരുന്നുണ്ട് ഇങ്ങോട്ട് വരുന്നത്, അതിന്റെ ടൈൽസ് വരുന്നത്. അത് കുറച്ച് കളക്ഷൻസ് വെച്ചിട്ട് ഈ അടിയിൽ കാണുന്നത് മൊത്തം ഇത് ഇവിടുന്ന് നടന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് കുറച്ച് സെക്ഷൻ കൂടുതൽ ഉണ്ട് കേട്ടോ. ഒരുപാട് കാണാൻ കിടക്കുന്നുണ്ട്, ഇനിയും കാണാൻ കിടക്കുന്നുണ്ട്. ആക്ച്വലി ജസ്റ്റ് ഒരു ഐഡിയ എന്താണ് സംഭവം എന്നുള്ളത് അത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും ഇഷ്ടംപോലെ ഉണ്ട്. ഇനി നമുക്ക് ടൈൽ നിർത്തിയിട്ട് സാനിറ്ററിക്ക് പോയാലോ? തീർച്ചയായും. ഇനി ഇത് കുറെ ഉണ്ട്, കണ്ടാലും തീരില്ല. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിക്കോ. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്, വെറൈറ്റീസ് ഉണ്ട്. ഇനി 3 മാസം കൂടുമ്പോ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ കണ്ടതാവില്ല നിങ്ങൾക്ക്, പിന്നെ അടുത്ത ഇതെന്താ ഇവിടെ? ഇവിടെ നിന്നാണ് ശരിക്കും നമുക്ക് സാനിറ്ററി തുടങ്ങുന്നത്. എങ്ങനെയാ സാനിറ്ററി മെയിൻ ആയിട്ട് നമുക്ക് കോലർ സെപ്പറേറ്റ് ഫ്ലോർ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് മെയിൻ വേറെ ഇപ്പൊ നമ്മൾ കെറോവിറ്റ് കണ്ടല്ലോ കജാരിയാണ്, അതല്ലാണ്ട് നമ്മൾ സെറിൻ ചെയ്യുന്നുണ്ട്, അതുപോലെ ഗ്രോഹേ ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇത് ഡിസ്പ്ലേ മാത്രമാണ്. ശരിക്കും മെയിൻ നമുക്ക് കിടക്കുന്നതെന്നുള്ള ഇത് കോലറിന്റെ മാത്രം സെപ്പറേറ്റ് ഡിവിഷൻ ആയിട്ട് ഈ ഫ്ലോറിൽ അവരുടെ എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ ആണ്. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു ഇതില് ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമുക്ക് 3 റേഞ്ചിൽ വരുന്നുണ്ട്. പോപ്പുലർ ആയിട്ടും വരുന്നുണ്ട്, നമുക്ക് പ്രീമിയം വരുന്നുണ്ട്, ലക്ഷറി വരുന്നുണ്ട്. അങ്ങനെ 3 കൺസെപ്റ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിനെ കുറിച്ച് ഒരു ബാത്റൂം മോക്കപ്പ് ആണ്, ഒരു ലക്ഷറി സെഗ്മെന്റ് ആണ് ചെയ്തിട്ടുള്ളത്. അതെനിക്ക് കണ്ടപ്പോ തോന്നി ഇവിടെ ഇങ്ങനെ കുറെ ഞെക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ലക്ഷറിയസ് ഗോൾഡൻ ടച്ചിലുള്ള ഒരു ഫീലിംഗ് അല്ലേ ഇതില്. മൾട്ടി ഫംഗ്ഷൻ ഓപ്ഷൻ വരുന്നുണ്ട്, മൾട്ടി ഫംഗ്ഷൻ ഓപ്ഷൻസും അങ്ങനെ. അപ്പൊ ഒരു ലക്ഷറി തൊട്ട് നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. സാനിറ്ററി തൊട്ട് എല്ലാതും ഉണ്ട് അല്ലേ. ഇതൊക്കെ നല്ല കാണുമ്പോൾ തന്നെ ഒരു നമുക്ക് കൈ കഴുകാനേ തോന്നുന്നില്ല, അത്രയും നല്ല ഫിനിഷിങ്ങും ക്വാളിറ്റി വൈസ് നോക്കാമല്ലോ. ഡിസൈൻ വൈസിൽ അവരും കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുന്നുണ്ട്. ക്വാളിറ്റിയും ഡിസൈനാണ് മെയിൻ ആയിട്ട് ഇവർക്ക് കൂടുതൽ. അങ്ങനെ പിന്നെ ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഷവർ ഡ്രൈ ഏരിയ പറ്റി സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ് പാർട്ടീഷൻ വെച്ചിട്ട് ഇപ്പൊ എല്ലാവരും ഗ്ലാസ് പാർട്ടീഷൻ കവർ ചെയ്യുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു മോക്കപ്പ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു കോൺസെപ്റ്റ്. അപ്പൊ നമുക്കിനി ശരിക്കുള്ള ഏരിയയിലേക്ക് പോവാം. ആക്ച്വലി മുകളിലേക്ക് പോവാന്ന് പറയുമ്പോൾ തലേന്ന് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴാണ് കേട്ടോ ബാക്കി ഒന്നും അല്ല, ഇതിനേക്കാളും ആക്രമണം ഇവിടെ ഇരിക്കുന്ന. ഇത് ഫുൾ ഹാൻഡ് ഷവറിന്റെ സെക്ഷൻസ്. ഇതില് ഇപ്പൊ ഈ ഒക്കെ ഈ ചിലത് ഈ പ്ലാസ്റ്റിക്കിന്റെ പോലെ ഫീൽ ചെയ്യണം, പക്ഷെ നമുക്ക് പ്ലാസ്റ്റിക് ആണെന്നുള്ളത് അങ്ങനെ ഒരു തോന്നൽ വേണ്ട. ഒക്കെ ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആയിരിക്കും അല്ലെ, നല്ല ഫൈബറും ക്വാളിറ്റിയുള്ള ഐറ്റംസ് ഒക്കെയാണ്. ABS ക്വാളിറ്റിയുടെ മെറ്റീരിയലിന്റെ പേരാണ്. എന്നുവെച്ചാൽ നമുക്ക് ആ ഫീൽ ചെയ്യുമ്പോ ഒരു തൊടുമ്പോ അറിയാലോ എന്താ സംഭവം എന്നുള്ളത്. അപ്പൊ പ്ലാസ്റ്റിക് ആണെന്ന് പറഞ്ഞിട്ട് പുച്ഛിക്കുണ്ടാന്ന് അല്ലെ, ക്വാളിറ്റിയാണ്. വാവ്, ഇതൊരു സംഭവം തന്നെയാട്ടോ. ഇത് ബ്രാൻഡ് വരുന്നത് കോഹുലർ ബ്രാൻഡിൽ എന്തൊക്കെ കിട്ടും? നമുക്ക് അവരുടെ എല്ലാ സാധനങ്ങളും കിട്ടും. അതായത് സാനിറ്ററി ഫിറ്റിംഗ്സ്, മിറേഴ്സ്, ക്യാബിനറ്റ്സ് എല്ലാം ഉണ്ട്. സ്റ്റീം ഗ്ലാസ് പാർട്ടീഷൻസ് എല്ലാം നമുക്ക് അറിയാൻ കിട്ടും. എല്ലാതും ഉണ്ട്. ഈ കാണുന്നത് മൊത്തം ഈവൻ ക്ലോസറ്റ് ആയാലും വാഷിംഗ് ബേസിൻ ആയാലും അതിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ ആക്സസറീസ് ആയാലും എല്ലാ ഐറ്റംസ് ഉണ്ട് അല്ലേ. ഓക്കെ, ഈ കാണുന്നതൊക്കെ ഒരു സംഭവങ്ങളാണ്. ഇത് ഷവർ ഏരിയ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണത് അല്ലേ? ഷവർ ഏരിയ പ്ലസ് ലൈവ് ആണ്. വെള്ളം വന്നു പ്ലസ് ലൈവ് ആണ്. വാവ്, സ്റ്റീം പോലെ അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ മോളി എത്ര ടൈപ്പാണെന്ന് നോക്കിയേ, മോളിക്കൂടെ സൈഡിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. കുളിച്ചൊരു ഫീലിങ്. അപ്പൊ ഇവരുടെ മാത്രം ഇങ്ങനത്തെ ഒരു കൂടുതൽ ഓപ്ഷൻസ് വരുന്നുള്ളൂ. നമ്മുടെ ഒരുപാട് ഇങ്ങനത്തെ ഷവറിന്റെ പർപ്പസിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിപ്പോ മസാജിങ് ആയാലും മിസ്റ്റിന്റെ ഫ്ലോ ആയാലും അങ്ങനെ. ഇതിപ്പോ ചെറിയ സാമ്പിൾ മാത്രം. ഇനി ഇതിനേക്കാളും വലിയ സാധനം നമ്മൾ ഇപ്പുറത്തും വെച്ചിട്ടുണ്ട്. അതെ, ഇതിന്റെ മുകളിൽ നമ്മളൊരു വലിയ സീലിംഗ് ഷവർ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഏറ്റവും ടോപ്പില് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, ഓൺ ചെയ്യാതിരിക്കട്ടെ. ഞാൻ ഈ മുകളിൽ കാണുന്നത് ഫുൾ. അപ്പൊ ഇത്ര അധികം ഏരിയ ഒരൊറ്റ തവണ ആക്കി ഞാൻ ഫുൾ കവറായി ബോഡി. അത്രയും സ്പേസ്. ഇതാണ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ളത്, ഏറ്റവും മേലേക്കുള്ള മെറ്റീരിയൽസ് ഉണ്ട്. നമ്മുടെ ബേസിക് കൺസെപ്റ്റ് ആയിട്ട് നമ്മൾ വെച്ചു. ഓക്കെ, അപ്പൊ ഇത് മുകളിൽ സൈഡിൽ കൂടെ എവിടെ നിന്നൊക്കെ വെള്ളം വേണമെന്ന് വെച്ചാൽ ഒക്കെ ഇവിടെ ഈ സൈഡിൽ കൂടെ വേണം, ഈ സൈഡിൽ കൂടെ ബാക്കിൽ കൂടെ മൊത്തം ഇങ്ങനെ ഒന്ന് നിന്നാ മതി. ഇപ്പോഴത്തെ ജനറേഷനിലൊക്കെ കുളിക്കാൻ അല്ലെ, പണ്ടൊക്കെ പറഞ്ഞിട്ടോ അരക്കണം. ഇപ്പൊ അതൊന്നും വേണ്ടാന്ന് അവരെന്നെല്ലാം ചെയ്തെന്നുള്ളത്. ഓക്കെ, പിന്നെ നമ്മുടെ ഇതെന്തത്? ഇത് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് ടോയ്ലറ്റ് വരുന്നതാണ്.
ഇത് പെട്ടെന്നൊരു സർപ്രൈസ് ആയി പോയിട്ടാ. ആക്ച്വലി ഇത് സംഭവം ഓട്ടോമാറ്റിക് ആണ്. നമ്മളിങ്ങനെ വിളിച്ചോണ്ടിരിക്കും വാ വാ എന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഒരു തവണ പോയാൽ മതിട്ടോ, എനിക്കും പോകണ്ട. ഓക്കെ, അത് ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് ഇതിന്റെ ശരിക്കും? ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ഫംഗ്ഷൻ ആയിട്ടുള്ള ഒരു യൂണിറ്റ് വരുന്നതാ. ലൈക്ക് നമുക്ക് സെൻസറാണ് സീറ്റ് കവർ വരുന്നത്, ബാക്കിയെല്ലാം നമുക്ക് ഈ കാണുന്നതിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഇരിക്കുമ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ മൂഡ് നമുക്ക് ഓണാവും. അതുപോലെ വാട്ടർ നമുക്ക് ചൂടുവെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോട്ട് വാട്ടർ ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ബിഡേ ഫംഗ്ഷൻ വരുന്നുണ്ട്. അതായത് ലേഡീസിന് ബാക്ക് വാഷും ജെൻസിന് ഫ്രണ്ട് വാഷ് എന്നുള്ള കൺസെപ്റ്റിൽ ബിഡേ നമുക്ക് വരുന്നുണ്ട്. ബിഡേ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ബിഡേ സെറ്റ്, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പോൾ സെറ്റിംഗ് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ബിഡേ വരും. ഇപ്പോൾ ബാക്ക് വാഷ് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഇതിൽ തന്നെ സെറ്റ് ചെയ്യും. ഇതിൽ തന്നെ ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് വരുന്നുണ്ട്. അതായത് ഫ്ലോസ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട്, മസാജിങ്, റയർ എന്ന് പറഞ്ഞിട്ട് ഓരോ ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ UV വരുന്നുണ്ട്. 24 hours കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് ബൗൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഡ്രയർ വരുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി വെള്ളം ഫ്ലഷ് ആയി കഴിഞ്ഞതിന് ശേഷം ഇത് തന്നെ അത് ഉണക്കാനായിട്ട് ഡ്രയർ യൂസ് ചെയ്യുന്നുണ്ട്. മൊത്തത്തില് പിന്നെ സ്മെല്ലൊക്കെ പുറത്തേക്ക് വലിച്ചെടുക്കും. അങ്ങനത്തെ ഒരു യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ തൊടാൻ പാടില്ല കേട്ടോ. ഇതമ്മ കൈ കൊണ്ടുള്ള ഒരു പരിപാടി ഇല്ലാന്ന്. അതെ അതെ, കൈ കൊണ്ടുള്ള ഒരു പരിപാടി ഇല്ല. ഒക്കെ അതായത് ഈ സംഭവം ചെയ്ത് തരുന്നതായിരിക്കും. ഇതുമ്മ നമ്മൾ വീഡിയോ ഗെയിം കളിക്കുന്ന പോലെ പിള്ളേരെ കയ്യിൽ കൊടുത്താലും ഇത് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പറഞ്ഞത്. അപ്പൊ ഇതൊന്ന് ഓപ്പൺ ചെയ്താൽ ഒന്നുകൂടി. സെൻസർ അല്ലേ ശരിക്കും? നമ്മളിപ്പോ അടുത്തൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രസൻസ് ഇപ്പൊ ഇതിന് ഫീൽ ചെയ്താൽ മതി. നിങ്ങളുടെ പ്രസൻസ് ഫീൽ ചെയ്തേ. ഇങ്ങനെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അടുത്തിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ തുറക്കും. നമ്മൾ കൈ തൊടയേ വേണ്ട, തന്നെത്താൻ അത്. അപ്പൊ ഇനി ക്ലീനിങ്ങിന് ഒരു പെണ്ണിനെയും വെക്കേണ്ട, ഒക്കെ തന്നെത്താൻ എല്ലാം ചെയ്തോളൂ. ചൂടുവെള്ളമായാലും പച്ചവെള്ളമായാലും ക്ലീനിങ് ആയാലും എല്ലാം സെറ്റപ്പ് ഇതിൽ തന്നെ ഉണ്ട്. ഈ ഒരു റിമോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ടാങ്ക് ഇന്നർ സൈഡ് വരുന്നുണ്ട്, അതിന്റെ സെൻസർ യൂണിറ്റ് എല്ലാം നമുക്ക്. ഇതിപ്പോ ഞാൻ അടയ്ക്കാനായിട്ട് ഒന്നും ചെയ്യണ്ട, ഇതിൽ പ്രസ് ചെയ്യണമെന്നില്ല. ഇതിപ്പോ നോർമലി നമ്മൾ ഇരിക്കും പാറ്റിൽ ഇരുന്നോളും. ദെൻ ഇതിലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയതിനു ശേഷം ഓട്ടോമാറ്റിക് തന്നെ ക്ലോസ് ആകും. ഓക്കെ, അപ്പൊ നമ്മൾ പോവാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യും, എന്നാലാണ് അത് തന്നെ ക്ലോസ് ആവുക. 1.5 മിനിറ്റ് ടൈം, അത് നമ്മൾ പോയതിനു ശേഷം ഓട്ടോമാറ്റിക് തന്നെ അത് ക്ലോസ് ആവും. എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിലെ നമുക്ക് ഓഫ് ചെയ്യാനായിട്ട് നമുക്ക് അതിൽ ഓപ്ഷൻ ഉണ്ട്, അതിൽ തന്നെ ഓഫ് ചെയ്താലും. ഓക്കെ, ഇപ്പോഴത്തെ രീതികളും കാര്യങ്ങളും. അപ്പൊ ഇതിന് വാട്ടറിന്റെ ടാങ്ക് വരുന്നത് ഇതിന് കൺസീലാണ്. അപ്പൊ അറിയൂല, കാണൂല, ഒന്നുമില്ല, നമുക്ക് പുറമത്തെ പ്ലേറ്റ് മാത്രം ഉണ്ടാവും. ഓക്കെ, ഇതൊരു സ്പെഷ്യൽ ആണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടിട്ട്. എന്തായാലും അടിപൊളി. ഈ ഒരു ബ്രാൻഡിൽ മാത്രമാണോ ഇത് വരുന്നത്? അല്ല, വേറെയും കുറച്ചും കൂടി ഇന്റർനാഷണൽ ബ്രാൻഡ്സിൽ വരുന്നുണ്ട്. ബേസിക്കലി ഇതൊരു US ബ്രാൻഡ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരുപാട് ക്വാളിറ്റീസ് നമുക്ക് ഇതിലുണ്ടായിരിക്കും. ഒരുപാട് ഫംഗ്ഷൻസ് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫംഗ്ഷൻ ആയിട്ടുള്ള ഒരുപാട് WC ആയാലും ഷവറിന്റെ ആയാലും ഒരുപാട് സാധനം നമുക്ക് കിട്ടും. US ആയതുകൊണ്ട് തന്നെ അപ്പൊ ആ ഒരു രീതിയിലുള്ള നമുക്ക് അവരുടെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടണ്ട. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ. ഇതിപ്പോ വൈറ്റിൽ മാത്രമോ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ? കൂടുതൽ വൈറ്റ് കോൺസെപ്റ്റിൽ വരുന്നത്. ഓക്കെ. പിന്നെ ഇപ്പഴത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡൈവേർട്ടേഴ്സിന്റെ കളക്ഷൻസ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനെ കുറിച്ച് കൂടുതൽ പറയണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ സമയമില്ല. നമുക്ക് ഇനി അടുത്ത ഒരു സെക്ഷനിലേക്ക് പോവാം അല്ലെ? ഇതൊന്ന് പറഞ്ഞിട്ട് പോവാ അല്ലെ? ഇത് നമ്മുടെ കിച്ചണിലേക്ക് ഇങ്ങനെ ടാപ്പ് ചെയ്ത് പുൾ ഔട്ടിലെ ഫംഗ്ഷൻ വന്നത് വലിച്ചെടുക്കാനായിട്ട്. കിച്ചണൊക്കെ ഇപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ഒരു ഫംഗ്ഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. കാരണം ക്ലീനിങ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി ബെറ്റർ ആക്കാനുള്ള രീതിയിലാണ് പുൾ ഔട്ട് യൂസ് ചെയ്യുന്നത്. അത് ഒരു പെണ്ണിനെ മനസ്സിലാവുള്ളൂ ഈ പുൾ ഔട്ട് എത്രത്തോളം നമുക്ക് അത്യാവശ്യമുള്ളതാണെന്നുള്ളത്. ഒരു പെണ്ണിന് മാത്രം അത് മനസ്സിലാവുള്ളൂ. എപ്പോഴും ഈ വെള്ളം ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഒഴിക്കുക, അല്ലെങ്കിൽ പാത്രം കൊണ്ട് ഒഴിച്ച് സിങ്ക് കഴുകാന്ന് പറയുമ്പോൾ ഇത്തിരി ഡിഫിക്കൽട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ മാത്രമല്ല, നമുക്കിപ്പോൾ മെഴുക്കുള്ള പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ സ്ക്രബ് ആയിട്ട് ചെയ്യണം നന്നായി വരയ്ക്കുന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ചൂടുവെള്ളം വരും ചെയ്യും. മാത്രമല്ല, നമുക്കത് നല്ല ഫോഴ്സ് ആയിട്ട് വരുന്നില്ല. 2 ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും 2 ഫംഗ്ഷനാണ്, 2 മോഡ്സ് വരുന്നുണ്ട്. അത് വാട്ടർ പ്രഷറിൽ വരുമ്പോൾ നല്ല പോലെ പ്രഷറിൽ വരുമ്പോൾ അത് ചുറ്റിനും ക്ലീൻ ചെയ്യുമ്പോൾ ആ മെഴുക്കുകളൊക്കെ പോവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ചൂടുവെള്ളം ഇതിൽ തന്നെ ഉള്ളത് കൊണ്ട് തന്നെ ചൂടുവെള്ളം എന്തുകൊണ്ടും ബെറ്റർ ആണ് കിച്ചണിലേക്ക് പറയുന്നത്. കാരണം മെഴുക്കുകളൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാം. മെഴുക്കിന് തന്നെയല്ല, നമ്മൾ ബാക്ടീരിയ ഹൈജീനിക് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും ചൂടുവെള്ളം. ഞാൻ സാധാരണ ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ കെറ്റിൽ ചൂടാക്കിയിട്ട് പാത്രത്തിൽ ഇങ്ങനെ ഒഴിക്കലാണ് പതിവ്. ഇനി അത് ആ ഒരു കോൺസെപ്റ്റ് മാറാം. ഇനിയിപ്പോ പുതിയ വെർഷനൊക്കെ വന്നത്. ഇത് ആക്ച്വലി പുതിയതല്ല, നമ്മള് കാണിക്കുമ്പോ പുതിയതായിരുന്നു മാത്രമേ അത്രേ ഉള്ളൂ. അപ്പൊ ഇനി അടുത്തേക്ക് പോകാം. ഇത് വേറൊരു ബ്രാൻഡ്, ഇത് ഗ്രോഹെ എന്ന് പറഞ്ഞത് ജർമ്മൻ ബ്രാൻഡ്. ഓക്കെ, ഇതിലും സെയിം ആ ഒരു ഇതൊക്കെ തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് അതില് ഇവരുടെ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ജർമ്മൻ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രോഹെ എന്ന് പറയുമ്പോൾ 3-4 കളക്ഷൻസ് വരുന്നുണ്ട്. അത് ഇന്ത്യൻ കൺസെപ്റ്റില്, ഇന്ത്യൻ പ്രൊഡക്ഷനിൽ നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് വരുന്നുണ്ട്. സോ ഇതിടെ വരുമ്പോൾ ഡയറക്റ്റ് ജർമ്മൻസ് വരുന്നതാണ്. ക്വാളിറ്റി കുറച്ചും കൂടി ഡിഫറെന്റ് ആയിരിക്കും, നല്ല ക്വാളിറ്റി വരും. ജർമ്മൻ വേണോ, US വേണോ, ഇറ്റാലിയ വേണോ, എന്തൊക്കെ ഉണ്ട് ഒക്കെ ഇവിടെ വന്നു കിട്ടും അല്ലെ? ഇതിനെ കുറിച്ച് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇത്
ഇതൊക്കെ വരുമ്പോൾ ഒരു വാഷ് ബേസിനാണ്. ഇപ്പൊ കാണുമ്പോൾ ഡെപ്ത് ഒന്നും ഇല്ല, പക്ഷെ ഇത് ഡിസൈൻ ആയിട്ട് നമുക്ക് പല കസ്റ്റമേഴ്സ് ആർക്കിടെക്ട് ബേസിലൊക്കെ സെലക്ട് ചെയ്ത് പോകുന്ന ഒരു ഡിസൈൻ വരുന്നത്. ഒരു ഷോ പർപ്പസിനൊക്കെ യൂസ് ചെയ്യാട്ടോ, ഫംഗ്ഷനബിൾ ആണ്. പക്ഷെ ഒരു ഷോ പർപ്പസിനാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും അല്ലേ. പിന്നെ ഡെപ്ത് വേണമെന്ന് പറയുകയാണെങ്കിൽ വേറെ മോഡൽസ് ഉണ്ട്, ഡെപ്ത് ഉള്ള ഡിസൈൻസ് വരുന്നുണ്ട്. പിന്നെ അവരുടെ WCs വരുന്നത് ഈ കാണുന്ന മോഡൽസ് വരും. ഈ വരുന്ന എന്നുവെച്ചാൽ ഇതിൽ തന്നെ ഒരുപാട് മോഡൽസ്. ഇവര് കൂടുതലും സാനിറ്ററിനെ അപേക്ഷിച്ച് കൂടുതൽ ഫോക്കസ് ചെയ്ത ഫിറ്റിംഗ്സിനാണ്. അതായത് ഇവരുടെ കാണുന്ന ഫിറ്റിംഗ്സ് വരുന്നല്ലോ, ഇതിലാണ് ഗ്രോഹെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ കൂടുതൽ കളക്ഷൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിറ്റിംഗ്സ് ഇനി കൂടുതലും കാണാൻ പറ്റുള്ളൂ. ഇതില്ലേ ഇത് കാണുന്നത് മൊത്തം അവരുടെ ഫിറ്റിംഗ്സ് ഇല്ല. ഇതിലിപ്പോ ഏറ്റവും വലിയ ഇതിലത്തെ അല്ല, അവരുടെ കുറച്ചും കൂടി ലക്ഷറി സാധനങ്ങൾ വേറെ ഉണ്ട്. നമ്മള് ഇതൊക്കെ ചെറിയ ബേസ് ഇതൊക്കെ സാമ്പിൾ. നമ്മുടെ തൃശ്ശൂർ ഭാഷയിൽ പറയും ഇതൊക്കെ സാമ്പിൾ വെടിക്കെട്ട് ഇനി വരാൻ കിടക്കുന്ന തൃശ്ശൂർ പൂരം അല്ലെ. ഇഷ്ടം പോലെ അതാണ്. അപ്പൊ തൃശ്ശൂർ കടികളെ ഇതുവരെ അറിഞ്ഞിട്ടില്ലേ, അറിയാത്തവരാണെങ്കിൽ വേഗം ഇവിടെ പോകുന്നു അല്ലെ. നമ്മുടെ തൃശ്ശൂർ ഭാഷയിൽ തന്നെ പറയാൻ കുറച്ചുകൂടി ബെറ്റർ എന്ന് വെച്ചാൽ ഇത് തൃശ്ശൂർക്കാർക്ക് മാത്രമല്ല കേട്ടോ, എവിടെ പോയാലും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ കേരളത്തിലുള്ളവർ. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഡെലിവറി ഉണ്ട് കേട്ടോ. നിങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും വിളിച്ചോ, എവിടെ വേണമെങ്കിലും വന്നോ. ഇനി നമുക്ക് ഇവിടെ വരാൻ പറ്റാത്തവർക്കാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വീഡിയോ കോൾ, നമുക്ക് അല്ലാത്ത കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമ്മൾ ഓൺലൈനിൽ പ്രൊഡക്ട്സ് നോക്കും. അതായത് നമ്മളിപ്പോ അവർ സെലക്ട് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഉണ്ടാവും, അവർ നമുക്ക് ഷെയർ ചെയ്ത് തരും. എന്നിട്ട് നമ്മൾ കൊട്ടേഷൻ വെച്ചിട്ട് നമ്മളത് ക്ലിയർ ചെയ്യുന്നുണ്ട്. പല കസ്റ്റമർ പുറമേന്നാണ്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഫോറിനിലിരിക്കുന്ന കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്, അവർക്ക് എപ്പോഴും വന്ന് പോകാന്നുള്ളത്. സോ നമ്മൾ അവർ പുറമേ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മളത് ക്ലോസ് ചെയ്യുന്നത്. ഞാൻ അതെ ചോദിച്ചത്, പുറമേ ഉള്ളവർക്കും വീട് പണി നടത്തുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പൊ അത് ഓൺലൈൻ ത്രൂ ആയാലും അത് ചെയ്ത് ഇവിടുന്ന് തരുന്നതായിരിക്കും. അപ്പൊ എവിടെ വേണമെങ്കിലും ഡെലിവറി ഉണ്ട്. എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു വീടിന്റെ ലാസ്റ്റ് ഘട്ടം എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. ആ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരാണെങ്കിൽ ഇങ്ങോട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വരാവുന്നതാണ് അല്ലെ. അപ്പൊ ഇനി അടുത്തേക്ക് പോവാം. എനിക്ക് ആകെ ഒരു ബ്രാൻഡ് മാത്രമേ അറിയുള്ളൂ, സെറ ബ്രാൻഡ് മാത്രം എനിക്ക് ആദ്യം അറിയണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ മനസ്സിലായ ബ്രാൻഡുകൾ തന്നെ ഇഷ്ടം പോലെ ഒരുപാട് ബ്രാൻഡ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ചൂസ് ചെയ്യാനാണെങ്കിൽ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ. അപ്പൊ ഇനി ഇവിടെ ഇതും ഒരു ലോകം തന്നെയല്ലേ ശരിക്കും പറഞ്ഞാ. സെറ നമുക്ക് എല്ലാ കസ്റ്റമറും ചൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് വരുന്നത്. സോ അതുകൊണ്ട് ഒരുപാട് കളക്ഷൻസ് അവരുണ്ട്. സാധാരണക്കാർക്കായാലും പ്രീമിയം കസ്റ്റമേഴ്സിന് എല്ലാ കളക്ഷൻസും ഇതിലുണ്ടായിരിക്കും. ഇതിൽ തന്നെ ഫിറ്റിംഗ്സ് ആയാലും ക്ലോസറ്റിലായാലും എല്ലാത്തിലും ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ബ്രാൻഡിനെ കുറിച്ചിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഇത് ഓൾറെഡി ബ്രാൻഡഡ് ആണ്. ഇതൊക്കെ അതിന്റെ ഇവരുടെ ഫിറ്റിംഗ്സ് ആണ്. നിങ്ങൾക്ക് ഏത് മോഡൽ വേണമെങ്കിലും ഒക്കെ ഏത് രീതിയിൽ വേണമെങ്കിലും കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവും. വലുത് തൊട്ട് ചെറുത് വരെ എല്ലാ ഐറ്റംസ്, അത് ഷവറിലായാലും ടാപ്പിലായാലും എങ്ങനത്തെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ട് അല്ലേ. ഇത് ബാത്റൂമിന്റെ ആക്സസറീസ് നമുക്ക് ഇപ്പോ മെയിൻ ആയിട്ട് ഇത് കഴിഞ്ഞാണെങ്കിൽ അടുത്ത സ്റ്റേജ് വരുന്നത് ആക്സറി ഫിറ്റിംഗ്സ് ആണ്. നമ്മൾ ഇത് കൂടാണ്ട് താഴെ നമ്മൾ വേറെയും ഒരുപാട് കളക്ഷൻസ് നമ്മൾ വെച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഇതൊക്കെ ജസ്റ്റ് എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ സാമ്പിൾ, നമ്മുടെ ഭാഷയിൽ പറയണേ ഒരു സാമ്പിൾ വെടിക്കെട്ട്. ബാക്കിയുള്ളതൊക്കെ ഇനി വരുന്നത് എന്നുവെച്ചാൽ ഉള്ള ഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അല്ലെ. പിന്നെ ഈ ടച്ച് മിററും ഉണ്ട് അല്ലെ, ലൈറ്റ് മിറേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു സംഭവമാണ്. ഇതിന്റെ പല മോഡൽസ് ഉണ്ട്. ഇപ്പൊ ഈ കാണുന്ന ഇതെല്ലാം ചെറിയ ചെറിയ യൂണിറ്റാണ്. ഇപ്പൊ നമുക്ക് ഇതിന്റെ വലിയ വലിയ ഡിസൈൻ ആയിട്ടുള്ള ടൈപ്പുകളെല്ലാം നമ്മൾ വേറെ താഴെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതല്ലാണ്ട് കാറ്റലോഗ് ത്രൂ ആയാലും എങ്ങനെയാണ് നിങ്ങളുടെ മൈൻഡിൽ ഒരു ഇത് വെച്ചിട്ട് വരാണെങ്കിൽ ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പൂർത്തീകരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് കാണുന്നതൊന്നല്ല, ഇതിനുള്ള അപ്പുറത്തേക്കുള്ള ഒരു ലോകം ഇവിടെ ഉണ്ട്. ഇത് ജസ്റ്റ് ഒരു എന്താ പറയാ കുറച്ച് മെയിൻ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നതും. അതുപോലെ ഇവിടുത്തെ കൗണ്ടർ കുറച്ച് കാണിച്ചു തന്നിട്ടുള്ളൂ. 35 സ്ക്വയർ ഫീറ്റ് ഒന്നും ഞാൻ ഫുൾ കവർ ചെയ്തിട്ടേ ഇല്ല. ഇനിയും കാണാൻ ഒരുപാട് കിടക്കാതെ. നമ്മുടെ വീഡിയോ ഓൾറെഡി ലെങ്തി ആയിട്ടുണ്ട്. ഇനി സമ്മാനം നറുക്കെടുപ്പ് ഇതൊക്കെ ഇവിടെ ഉണ്ട്. ഇതിന്റെ സമ്മാനം താഴ്ത്തി വെക്കണ കണ്ടു, അതൊന്ന് നോക്കിട്ട് പോവാം നമുക്ക്. എന്റെ കൂടെയുള്ള ആള് മിസ്സിങ്. പിന്നെ കാലുവേദന എടുത്തപ്പോ അങ്ങനെ ഇരുന്നു. എത്തിയാ സത്യം പറയല്ലോ, നടന്ന് നല്ല ക്ഷീണമായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഓഫർ സമ്മാനം കേൾക്കുമ്പോ എങ്ങനെ എനർജി ഇല്ലാണ്ടാവും. അപ്പൊ അത്രയും എനർജിയോട് കൂടി, കാരണം ഈ കാണുന്നത് മൊത്തം സമ്മാനം നിങ്ങൾക്കുള്ളതാണ്. 31st കേട്ടോ നറുക്കെടുപ്പ്. അപ്പൊ ഇപ്പൊ പർച്ചേസ് ചെയ്തവരെല്ലാവരും കൂപ്പൺ ഇതിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പൊ 31st സമ്മാനം വേറെ ഒന്നല്ല, അതാ ഫ്രിഡ്ജ്, സ്കൂട്ടർ, ഇതൊക്കെ സമ്മാനങ്ങളാ. ആപ്പിളിന്റെ ഫോണാ ഇത് കൊടുക്കോ? ഞാൻ ഇപ്പൊ തന്നെ ഒരു വീട് പണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. മുൻകൂട്ടി ബുക്ക് ചെയ്യട്ടോ. വീട് പണി സ്റ്റാർട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും നമുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്താലും ഈ ഒരു സമ്മാനത്തിന്റെ നറുക്കെടുപ്പ് ഇതിലിട്ട് കഴിഞ്ഞാൽ ഈ വാഷിംഗ് മെഷീനും ഉണ്ട് പോരെ. അപ്പൊ എത്ര സമ്മാനം ഉണ്ട്? 4-5 സമ്മാനം എന്തായാലും ഉണ്ട്. ഇതിന് മേടിച്ചവർക്കാണെങ്കിൽ അവർക്ക് അറിയാം. അപ്പൊ അവരൊന്ന് കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. അപ്പൊ ഈ സമ്മാനങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വന്തമാണ്. 31st ജനുവരിയിൽ നറുക്കെടുപ്പ് ഉണ്ടാവും. എന്തായാലും അതൊന്നും വിളിച്ച് ചോദിച്ചാൽ മതി. പിന്നെ ഈ ഒരു ഓഫറും ഈ ഒരു നറുക്കെടുപ്പും ഇവിടെ കഴിഞ്ഞാലും അടുത്തൊരു പുതിയ ഓഫേഴ്സ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞാലും ടെൻഷൻ അടിക്കുന്ന ഫെബ്രുവരിയിലാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ അടുത്ത ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഇതൊക്കെയാണ് ഓഫേഴ്സ്. പിന്നെ ഇവിടെ വന്നിട്ട് ബില്ല് ചെയ്യുക. ഈ ബില്ല് ചെയ്ത സെയിം എമൗണ്ടിൽ നമുക്ക് സമ്മാനം മേടിച്ചോട്ടെ. ഇതൊക്കെ ബില്ലിംഗ് സെക്ഷൻ ആണ്. നല്ല തിരക്കുണ്ട് കേട്ടോ ആൾക്കാരുടെ.
ബില്ല്. അപ്പൊ എല്ലാവരും ഒന്നൊരു ഹായ് പറഞ്ഞേ. എല്ലാവരും ബില്ലിംഗ് ടീംസ് അതെ അവിടെയുണ്ട്. ഫുൾ സ്റ്റാഫ് കുറേ സ്റ്റാഫ്മാരുണ്ട്. പിന്നെ അവിടെ ഒക്കെ സ്റ്റാഫ്മാരും ഉണ്ട്. അതുപോലെ തന്നെ തിരക്കുണ്ട് കേട്ടോ. ചിലവർക്ക് കാണിക്കാൻ മടിയാണ്, എല്ലാവരും ഒളിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഓഫേഴ്സ്, ധമാക്കാസ്. ഇനിയും ഓഫേഴ്സ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം, മറക്കണ്ട. ഫെബ്രുവരിയിലും ഇനിയും വീണ്ടും ഉണ്ട്. ഫെബ്രുവരി കഴിഞ്ഞാലും ടെൻഷൻ അടിക്കില്ല. പിന്നെ അടുത്ത ഓഫർ ഞങ്ങൾ ഇറക്കുന്നതായിരിക്കും അല്ലേ? ക്ഷീണായ ബിരിയാണി കഴിച്ചിട്ട് വരാ വേണ്ടാന്ന്. ആദ്യമേ ഊണ് കഴിഞ്ഞിട്ട് വന്ന ആൾക്കറിയാം ഈ 35 സ്ക്വയർ ഫീറ്റ് ഫുള്ള് നടക്കണ്ടല്ലേ. എന്നോട് ആദ്യം പറഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ടാണ്. അപ്പൊ ആള് ഫുള്ള് ഫോമിലാണ് നിൽക്കുന്നത്. നമ്മള് ക്ഷീണമായിരുന്നു മാത്രം. എന്തായാലും അടിപൊളിയായിരുന്നു. താങ്ക് യു. ഫുൾ ഇനിയും ഇഷ്ടം പോലെ ഉണ്ട്. ഫുൾ നമ്മളെ പേര് ചോദിച്ചില്ലേ? പേര് സൂര്യ. ഇപ്പൊ എല്ലാം കഴിഞ്ഞിട്ടാ ചോദിക്കണേ. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി സൂര്യനെ. അല്ലെങ്കിൽ ഇവിടുത്തെ ഓൺലൈൻ ടീം ഇരിക്കുന്നുണ്ട്, റിസപ്ഷൻ ഏരിയ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ ബൈ.